ഹലോ മക്കളെ, ടെല്ല ക്ലാസ്സസ് ആനുവൽ എക്സാം റിവിഷൻ സീരീസിൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന നമ്മുടെ സുവോളജിയിലെ സെക്കൻഡ് ഇയർ സുവോളജിയിലെ അവസാനത്തെ ചാപ്റ്ററാണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി ചാപ്റ്ററാണ് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നത് വെച്ച് നമ്മൾ കൂടുതൽ ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ മക്കളെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം. ഒന്നാമത് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബയോഡൈവേഴ്സിറ്റി എന്താണ്. ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടേതായ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഭൂമിയിൽ ജീവനുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വളരെ ചെറിയ ജീവി മുതൽ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിലെ ബയോമോളിക്യൂളുകൾ മുതൽ അങ്ങേയറ്റം വലിയ 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 സിസ്റ്റങ്ങൾ വരെ എന്ന് പറയുമ്പോൾ ഇക്കോസിസ്റ്റം വരെ കംപ്രൈസ് ചെയ്യുന്ന ഈ മുഴുവൻ ഈ ലോകത്തെ വൈവിധ്യത്തെ നമ്മൾ പറയുന്ന പേരാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി. എന്താണ് കൃത്യമായ ഡെഫിനിഷൻ നോക്ക്. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് biological organization. It is the diversity of biological organization ranging from എവിടെ നിന്നാണ്? From cellular macromolecules to biomes. സെല്ലുലാർ മാക്രോമോളിക്യൂളുകൾ മുതൽ ബയോമുകൾ, വലിയ ഇക്കോസിസ്റ്റങ്ങൾ, വലിയ ജീവികളുടെ ചുറ്റുപാടുകൾ ഉൾപ്പെടുന്ന റേഞ്ച് ചെയ്യുന്ന ബയോളജിക്കൽ ഓർഗനൈസേഷന്റെ ഡൈവേഴ്സിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ നോക്ക്, ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ റേഞ്ചിങ് ഫ്രം സെല്ലുലാർ മാക്രോമോളിക്യൂൾ, സെല്ല് നിർമ്മിച്ചിരിക്കുന്ന മാക്രോമോളിക്യൂളുകൾ മുതൽ, അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ് പോലുള്ള മാക്രോമോളിക്യൂളുകൾ തുടങ്ങി എവിടം വരെ ബയോമുകൾ വരെ നീളുന്ന ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തത, അതിനെ വൈവിധ്യം, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ a sociobiologist named Edward Wilson. ആരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാവരിലേക്കും കൊണ്ടെത്തിക്കുന്നത് ആരാണ് മക്കളെ? എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം ആരാണ്? ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. ഹി ഈസ് എ സോഷ്യോ ബയോളജിസ്റ്റ്. അപ്പോൾ എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന സോഷ്യോ ബയോളജിസ്റ്റ് popularized the term biodiversity. ഒരു തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി. ബയോഡൈവേഴ്സിറ്റി is the term popularized by the sociobiologist dash to describe the combined diversity at all levels of biological organization. ബയോളജിക്കൽ ഓർഗനൈസേഷനിലെ എല്ലാ ലെവലുകളെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം എല്ലാവരിലേക്കും എത്തിച്ച ആളാണ് എഡ്വേർഡ് വിൽസൺ. അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് വിൽസൺ, ഓർത്തിരിക്കണം. ഇനി നോക്കിയേ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി പ്രധാനമായി എത്ര ലെവലുകളിലുണ്ട്? 3 ലെവലുകളിലുണ്ട്. Biodiversity is in 3 levels. What are they? The first level is genetic diversity, next level is species diversity, and the third level is ecological diversity. നോക്കൂ, നമ്മുടെ എഡ്വേർഡ് വിൽസൺ നമ്മളോട് പറയുകയാണ് ബയോളജിക്കൽ ഓർഗനൈസേഷനിലെ മൊത്തവും ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് എത്ര ലെവലുകളായിട്ട് തിരിക്കാം? 3 ലെവലുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? ഒന്ന് ജനറ്റിക് ഡൈവേഴ്സിറ്റി, 2 സ്പീഷീസ് ഡൈവേഴ്സിറ്റി, 3 ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നോക്കൂ മക്കളെ, ഞാനും നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലേ? അല്ലെങ്കിൽ എൻ്റെ അനുജനെ നോക്കൂ, അവൻ എന്നിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലേ? അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയെ നോക്കൂ, എൻ്റെ ഹോമോസാപ്പിയൻസ് ആണ് എല്ലാവരും. പക്ഷെ എല്ലാവരും അവരവരുടെ ജനറ്റിക് ബേസിസിൽ എന്താണ്? ഡിഫറൻ്റ് ആണ്. നമ്മുടെ വീട്ടിലും ചിലപ്പോൾ ഒരു മാവ് നിൽക്കും, തൊട്ടപ്പുറത്തെ വീട്ടിലും ഒരു മാവ് നിൽക്കും. 2 മാവിൻ്റെ പേര് മാഞ്ചിഫറ ഇൻഡിക്ക, സ്പീഷീസ് ഒന്ന് തന്നെയാണ്. പക്ഷെ ആ സെയിം സ്പീഷീസ് തന്നെ എത്രയധികം വേരിയൻറ്റുകളാണുള്ളത്, ശരിയല്ലേ? ഒരു മാവിൻ്റെ കേസിൽ എത്രയധികം വേരിയൻറ്റുകളുണ്ട്, നെല്ലിൻ്റെ കേസിൽ എത്രയധികം വേരിയൻറ്റുകളുണ്ട്, തെങ്ങിൻ്റെ കേസിൽ എത്രയധികം വേരിയൻറ്റുകളുണ്ട്. അപ്പോൾ ഒരേ സ്പീഷീസിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇനി സ്പീഷീസുകൾ തമ്മിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പൊ ആംഫീബിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ എടുത്താൽ അതിനകത്ത് എത്ര സ്പീഷീസുകൾ കാണും? ഇൻസെക്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ എടുത്താൽ അതിനകത്ത് എത്ര സ്പീഷീസുകൾ കാണും? അല്ലെങ്കിൽ റെപ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ എടുത്താൽ അതിനകത്ത് എത്ര സ്പീഷീസുകൾ കാണും? ദിസ് ഈസ് കോൾഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇപ്പൊ നമ്മൾ പറയും കേരളത്തിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ, വെസ്റ്റേൺ ഗാട്സിൽ ആംഫീബിയൻ ഡൈവേഴ്സിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
ഈ ഭാഗത്ത് ആംഫീബിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഒരുപാട് സ്പീഷീസുകളുണ്ട് എന്നല്ലേ മക്കളെ? ആണ്. ദിസ് ഇസ് കാൾഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇനി നേരെ നമ്മൾ അടുത്ത ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയിലേക്ക് പോയാൽ ഇവിടെ ഇക്കോസിസ്റ്റം ആണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താൽ ഇവിടെ ഡെസേർട്ട് ഇക്കോസിസ്റ്റം ഉണ്ട്, ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ ഉണ്ട്, ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ ഉണ്ട്, സ്നോ ഫിൽഡ് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്, പ്ലേറ്റ്യൂസ് ഉണ്ട്, ക്രോപ്പ് ലാൻഡ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മറൈൻ ഇക്കോസിസ്റ്റം ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഇക്കോസിസ്റ്റങ്ങളുണ്ട്. അപ്പൊ ഇക്കോസിസ്റ്റങ്ങൾക്കിടയിലുള്ള ഡൈവേഴ്സിറ്റിയാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പൊ എന്തൊക്കെയാ മക്കളെ? ഒരേ സ്പീഷീസിനകത്ത് ജീനോമിൽ അല്ലെങ്കിൽ ജനറ്റിക്കലി ഉണ്ടാകുന്ന ഡൈവേഴ്സിറ്റിയെ നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും. ഇനി സ്പീഷീസുകൾ പരസ്പരമുള്ള ഡൈവേഴ്സിറ്റിയെ നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും. ഇക്കോസിസ്റ്റങ്ങൾ തമ്മിലുള്ള ഡൈവേഴ്സിറ്റിയെ നമ്മൾ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും. ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ജനറ്റിക് ഡൈവേഴ്സിറ്റി. The first one is genetic diversity. നോക്കടാ, the diversity shown by a single species at a genetic level. ഒരേ സ്പീഷീസ് തന്നെ, ഒരു സിംഗിൾ സ്പീഷീസ് തന്നെ അതിന്റെ ജനറ്റിക് ലെവലിൽ കാണിക്കുന്ന ഡൈവേഴ്സിറ്റിയാണ് എന്ത് ഡൈവേഴ്സിറ്റി? ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി is the diversity shown by a single species at a genetic level. Example, Rauwolfia vomitoria. It is a plant. നോക്ക്, Rauwolfia vomitoria seen in Himalaya. ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് റാവോൾഫിയ വൊമിറ്റോറിയ. ഷോസ് ജനറ്റിക് വേരിയേഷൻ ഇൻ ദ പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ റസർപൈൻ. ഈ റാവോൾഫിയ വൊമിറ്റോറിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കെമിക്കൽ, ഒരു മെഡിസിന്റെ പേരാണ് റസർപൈൻ. ഇത് ഹിമാലയത്തിന്റെ ഏത് റീജിയണിൽ നിന്ന് കളക്ട് ചെയ്യുന്നു എന്നതനുസരിച്ച് ഈ റാവോൾഫിയ വൊമിറ്റോറിയക്കകത്തുള്ള റസർപൈൻ്റെ കോൺസെൻട്രേഷനും പൊട്ടൻസിയും മാറും. വീര്യം വ്യത്യാസപ്പെടും. അതായത് ഹിമാലയത്തിന്റെ ഒരു പർട്ടിക്കുലർ റീജിയണിൽ നിന്ന് എടുക്കുന്ന റാവോൾഫിയ വൊമിറ്റോറിയയ്ക്ക് കൂടുതൽ, അതിൽ നിന്ന് കിട്ടുന്ന റസർപൈന് കൂടുതൽ പൊട്ടൻസിയും കൂടുതൽ എഫിഷ്യൻസിയും കാണും. എന്നാൽ ഹിമാലയത്തിന്റെ തന്നെ മറ്റൊരു റീജിയണിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ പറയുന്ന റാവോൾഫിയ വൊമിറ്റോറിയക്കകത്ത് നടക്കുന്ന റസർപൈന് അത്രയും പൊട്ടൻസി കാണത്തില്ല. എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ ഏരിയ മാറിയപ്പോൾ അതിന്റെ എന്ത് മാറിയടാ? ജനറ്റിക് ഡൈവേഴ്സിറ്റി മാറി. കേട്ടാ? അപ്പൊ ജനറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് റാവോൾഫിയ വൊമിറ്റോറിയ ഉണ്ട്. നല്ല പൊട്ടൻസി ഉള്ള റസർപൈൻ ഉണ്ടാക്കുന്ന റാവോൾഫിയ വൊമിറ്റോറിയ ഉണ്ട്. അതുപോലെ പൊട്ടൻസി കുറഞ്ഞ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പൊട്ടൻസി ഉള്ള അല്ലെങ്കിൽ ലോ പൊട്ടൻസി ഉള്ള ഈ പറയുന്ന റസർപൈൻ ഉണ്ടാക്കുന്ന റാവോൾഫിയ വൊമിറ്റോറിയ ഉണ്ട്. കണ്ടോ? ഒരേ സ്പീഷീസിനകത്ത് തന്നെ അല്ലേ ഈ ഡൈവേഴ്സിറ്റി. ദിസ് ഇസ് കാൾഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇന്ത്യ ഹാസ് മോർ ദാൻ 15,000 ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നെല്ലിന്റെ തന്നെ 50,000 ഡിഫറെന്റ് സ്ട്രെയിനുകളുണ്ട്. എന്ന് പറയുമ്പോൾ ഒറൈസ സറ്റൈവ എന്ന് പറയുന്നതാണ് സ്പീഷീസ്. അതിന്റെ തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? കേരളത്തിൽ തന്നെ നോക്കി എത്ര ടൈപ്പ് നെല്ലുകളുണ്ട് അല്ലേ? ഇനി ആൻഡ് 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ. മാംഗോയുടെ ഏതാണ്ട് 1000 വെറൈറ്റീസ് ഇന്ത്യയിൽ മാത്രമുണ്ട്. കണ്ടോ? 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന സ്പീഷീസിന്റെ തന്നെ എത്ര ജനറ്റിക് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ? എത്ര ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യസ്തമുള്ള എത്ര പേരുണ്ട് ഇവിടെ? 1000 വെറൈറ്റീസ് ഉണ്ട്. ഓർത്ത് വെച്ചോണം, ഈ 2 നമ്പർ ഓർത്ത് വെച്ചോണം. റൈസിന്റെ 50,000 സ്ട്രെയിനുകളും അതേപോലെ മാംഗോയുടെ 1000 സ്ട്രെയിനുകളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ, ദിസ് ഇസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഒരേ സ്പീഷീസിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഡൈവേഴ്സിറ്റി. ഇനി രണ്ടാമത്തത്, that is the species diversity. എന്താ മക്കളെ? The diversity at a species level. സ്പീഷീസ് ലെവലിലുള്ള ഡൈവേഴ്സിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. എക്സാമ്പിൾ, വെസ്റ്റേൺ ഗാട്സ് ഹാവ് ഗ്രേറ്റർ ആംഫീബിയൻ സ്പീഷീസ് ദാൻ ഈസ്റ്റേൺ ഗാട്സ്. കണ്ടാ? ആംഫീബിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഒരുപാട് സ്പീഷീസുകളുണ്ട്. ആ സ്പീഷീസുകൾ എവിടെ കൂടുതലാ? വെസ്റ്റേൺ ഗാട്സിൽ കൂടുതലാ. ഈസ്റ്റേൺ ഗാട്സിലേക്കായാലും ഈ പറയുന്ന എന്തുവാ ശരിക്കും? സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാ. അതിനർത്ഥം ആംഫീബിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ വെസ്റ്റേൺ ഗാട്സിലും അത് കുറവ് ഈസ്റ്റേൺ ഗാട്സിലും. മറ്റേതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എലിഫസ് മാക്സിമസ്, എലിഫന്റ് നമ്മുടെ കോണ്ടിനെന്റിലാണ് കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എലിഫന്റിന്റെ ഒരുപാട് സ്പീഷീസുകൾ ഉള്ളത് ഇവിടെയാണ്, വേറെ കോണ്ടിനെന്റിൽ കുറവാണ്. ഇതാണ് അതിന്റെ അർത്ഥം. കണ്ട? അപ്പോൾ ഒരേ സ്പീഷീസിനകത്തല്ല ഈ ഡൈവേഴ്സിറ്റി, പകരം ഒരു ഗ്രൂപ്പിനകത്ത് ഒരുപാട് സ്പീഷീസ്. ആംഫീബിയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ടായിരുന്ന എന്താണ്? റാണ ടൈഗ്രീന ഒരു ആംഫീബിയൻ ആണ്. റാണ പെൻഡാഡാക്ടൈല മറ്റൊരു സ്പീഷീസ് ആണ്, റാണ പെൻഡാഡാക്ടൈല. ബഫോ കണ്ടോ? ആംഫീബിയൻ ആണ് ബഫോ. ഇതെല്ലാം എന്താണ്? ഓരോ ആംഫീബിയൻ വെറൈറ്റീസ് ആണ്. അപ്പൊ ആംഫീബിയനിലെ സ്പീഷീസുകളാണ്. ദിസ് ഇസ് കാൾഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. വ്യത്യസ്ത തരം സ്പീഷീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇനി ഉണ്ടായിരുന്നത്
Ecological diversity, the diversity at ecosystem level is called ecological diversity. Ecosystem ലെവലിലുള്ള ഡൈവേഴ്സിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. എക്സാമ്പിൾ ഇൻ ഇന്ത്യ, ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ്, മാൻഗ്രോവ്സ്, കോറൽ റീഫ്സ്, വെറ്റ്ലാൻഡ്, എസ്റ്റുറീസ്, ആൽപൈൻ മെഡോസ് ആർ സീൻ. കണ്ടോ, ഇങ്ങനെ പല ഇക്കോസിസ്റ്റം ഇന്ത്യയിലുണ്ട്. ഇതൊരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്, ഡൈവേഴ്സിറ്റി ആണ്. നോക്ക്, ഇന്ത്യയിൽ ഡെസേർട്ട് ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, മാൻഗ്രോവ് കണ്ടൽക്കാടുകളുണ്ട്, കോറൽ റീഫ്സ് പവിഴപ്പുറ്റുകളുണ്ട്, വെറ്റ്ലാൻഡ് ഈർപ്പം നിറഞ്ഞ സ്ഥലങ്ങളുണ്ട്, എസ്റ്റുറീസ് പൊഴികൾ കായലും കടലും കൂടെ ഒരുമിച്ച് ചേർന്ന പൊഴികളുണ്ട്, ആൽപൈൻ മെഡോസ് ഉണ്ട്. ആൽപൈൻ മെഡോസ് can be seen in India. ഇതാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇക്കോസിസ്റ്റം ലെവലിലുള്ള ഡൈവേഴ്സിറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ദെൻ the number of species on earth. ഭൂമിയിൽ എത്ര സ്പീഷീസുകൾ ഉണ്ട് മക്കളെ? വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നിന്ന് ഡാറ്റ ബേസ് ചെയ്തുള്ള ഒരുപാട് ചോദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. എത്ര ലോകത്ത്, ഒരു മാർക്കിനൊക്കെ ചോദിക്കും, ലോകത്തിലാകെ എത്ര സ്പീഷീസുകളുണ്ട് എന്നീ ഇൻഫർമേഷനൊക്കെ നമ്മുടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോണം. അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം സാരപ്പം നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. അതാ നോക്കൂ, മക്കളെ നോക്കൂ. അക്കോർഡിംഗ് ടു IUCN കണക്ക് പ്രകാരം, എന്താണ് IUCN? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് പറഞ്ഞതാണ് അല്ലേ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, ഇതാണ് IUCN. IUCN-ന്റെ 2004 കണക്ക് പ്രകാരം മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ഡിസ്ക്രൈബ്ഡ് സോ ഫാർ. ഇതുവരെ ലോകത്ത് 1.5 മില്യൺ സ്പീഷീസുകളെ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സർവ്വ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് മൊത്തം പഠിച്ച ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ട എത്ര സ്പീഷീസ് ആണ് മക്കളെ ഉള്ളത്? 1.5 മില്യൺ സ്പീഷീസ് ആണ്. എന്നാൽ മറ്റൊരു എൻവയോൺമെന്റലിസ്റ്റ് ആയിട്ടുള്ള, എക്കോളജിസ്റ്റ് ആയിട്ടുള്ള മറ്റൊരാളൊരു പഠനം നടത്തി. നോക്ക്, അക്കോർഡിംഗ് ടു റോബർട്ട് മെയ്, ഇതൊരു ഇക്കോളജിസ്റ്റ് ആണ്, റോബർട്ട് മെയ്, ഗ്ലോബൽ എസ്റ്റിമേറ്റ് അബൌട്ട് 7 മില്യൺ സ്പീഷീസ് വുഡ് ഹാവ് ഓൺ എർത്ത്. ലോകത്ത് 7 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നമ്മൾ എത്ര ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ? 1.5 മില്യൺ സ്പീഷീസിനെ ഇതുവരെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എത്രമാത്രം കിടക്കുകയാണല്ലേ? 7 മില്യൺ, 5.5 മില്യൺ ഇനിയും ബാക്കി കിടക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 7 മില്യൺ സ്പീഷീസുകൾ ലോകത്തുണ്ട്. ഹി കൺസിഡർ ദ സ്പീഷീസ് ടു ബി ഡിസ്കവേർഡ് ഇൻ ട്രോപ്പിക്സ് ദാറ്റ് ഈസ് ഓൺലി 22% ഓഫ് ദ ടോട്ടൽ സ്പീഷീസ് ഹാവ് ബീൻ റെക്കോർഡഡ് സോ ഫാർ. ഇതുവരെ ഉള്ള സ്പീഷീസുകളിൽ നോക്ക്, ലോകത്ത് ട്രോപ്പിക്സ് എടുത്ത് നോക്കിയാൽ നമ്മുടെ എർത്തിന്റെ സെന്റർ വരുന്ന റീജിയൻ ആണ് ട്രോപ്പിക്സ്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്താണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന്. അപ്പോ ഈ ട്രോപ്പിക്സിൽ മാത്രം ഇതുവരെ 22% ജീവികളെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഏകദേശം 78% ജീവികളെ ഇനിയും കണ്ടുപിടിക്കാനുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ ഇന്നും ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ, ഓരോ ദിവസം ഇന്ന ശലഭത്തെ കണ്ടുപിടിച്ചു, ഇന്ന വണ്ടിനെ കണ്ടുപിടിച്ചു, ഇന്ന സസ്യത്തെ കണ്ടുപിടിച്ചു. കാരണം എന്താ? അത് ഇതുവരെയും എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പലതിനെയും. അപ്പൊ ഇതാണ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. നമുക്ക് ഏകദേശം ലോകത്ത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് IUCN-ന്റെ റെക്കോർഡ് പ്രകാരം, 2004 റെക്കോർഡ് പ്രകാരം 1.5 മില്യൺ സ്പീഷീസ് ആണ് ഇതുവരെ കണ്ടുപിടിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ റോബർട്ട് മെയ് നടത്തിയ പഠനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഏതാണ്ട് ലോകത്ത് 7 മില്യണോളം സ്പീഷീസുകളുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ട്രോപ്പിക്കൽ റീജിയനിൽ തന്നെ വെറും 22% സ്പീഷീസുകളെ മാത്രമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് ബാക്കി 78% നമ്മൾ കണ്ടുപിടിക്കാൻ. ഇനി അതിൽ കുറച്ച് കണക്കുകൾ പറയുകയാണ്. അനിമൽസ് ആർ മോർ ഡൈവേഴ്സ് എബൌട്ട് 70%. ഈ ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ തന്നെ 70% അനിമലാണ് കൂടുതലുള്ളത്. ആൻഡ് പ്ലാന്റ് ഇൻക്ലൂഡിങ് പ്ലാന്റ് ആൻഡ് ഫംജൈ. കണ്ട, പ്ലാന്റുകളായിട്ടാണ് പണ്ട് ഫംഗസുകളെ കരുതിയിരുന്നത്. അപ്പൊ ഫംഗസുകളും പ്ലാന്റുകളും കൂടി 22%. നോക്ക്, 70% അനിമല്, 70% അനിമൽസ്, അതേപോലെ 22% പ്ലാന്റ്സും ഫംഗസും. ഇനി ബാക്കി എത്ര ഉണ്ട് മക്കളെ? ഇപ്പൊ 92 ആയിട്ടുള്ളൂ അല്ലെ? 7 2 9, അപ്പൊ 92 ആയിട്ടുള്ളൂ. ബാക്കി 8% ബാക്കി എല്ലാ ജീവികളും. ഇപ്പൊ പ്രോട്ടിസ്റ്റയും ബാക്കി ജീവികളെല്ലാം കൂടെ വരുന്നത് എത്രയാണ്? ഈ പറയുന്ന 8%. ഇനി നോക്കിയേ, എമംഗ് അനിമൽസ് ഇൻസെക്ട് ആർ ദ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ഗ്രൂപ്പ്. അനിമലുകൾ, നമ്മൾ പറഞ്ഞ ലോകത്തുള്ള മൊത്തം സ്പീഷീസുകളിൽ 70% അനിമലുകളാണ്. ആ അനിമലിൽ തന്നെ 70% വേർ ഇൻസെക്ട്സ്. 70% ഇൻസെക്റ്റുകളാണ്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് എവറി 10 animals 7 വേർ ഇൻസെക്ട്സ്. നോക്കൂ, ലോകത്തിലുള്ള 10 അനിമലുകളെ വെറുതെ നിങ്ങൾ സെലക്ട് ചെയ്താൽ 7 എണ്ണം ഏതായിരിക്കും? അനിമലുകളായിരിക്കും. 7 എണ്ണം എന്തായിരിക്കും? ഇൻസെക്റ്റുകളായിരിക്കും. ഇൻസെക്ട്സ് ഈസ് ദ മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഇൻ അനിമൽ കിങ്ഡം. അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരാണെന്ന് പറയണം? ഇൻസെക്റ്റുകളാണ് എന്ന് പറയണം. ദെൻ
നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ്, നോക്ക് ഫംഗസിന്റെ സ്പീഷീസ് ആരേക്കാൾ കൂടുതലാണ്? നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് ഈസ് മോർ ദാൻ ഫിഷസ്. ഫിഷസ് നോക്ക്, നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് മോർ ദാൻ ദ കമ്പൈൻഡ് ടോട്ടൽ ഓഫ് സ്പീഷീസ് ഓഫ് ഫിഷസ്, ആംഫീബിയൻസ്, ഇതിനെല്ലാം കൂടെ കൂട്ടുന്നതിനെക്കാട്ടി കൂടുതലാണ് ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ് എക്സെട്ര. ഇപ്പൊ നോക്കിയടാ എന്തോ പറയുന്നേ, നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ കൂടുതലാണ്. ആരേക്കാളൊക്കെയാ? ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്പർ ഓഫ് ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്തിനെക്കാട്ടി കൂടുതലാണ്? ഫാംസിനെക്കാട്ടി കൂടുതലാണ്. ഫാംസ്, ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ്. ഫിഷസ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ്, മാമൽസ് ഇതിനെക്കാട്ടി കൂടുതലാണ് ആരെന്ന് പറയുന്നത്? ഫാമിനെക്കാട്ടി കൂടുതലാണ് ആരെന്ന് പറയുന്നത്? ഫംഗസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ എല്ലാം കൂടെ കൂട്ടുന്നതിനെക്കാട്ടി ആരുണ്ട്? ഫംഗസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കിങ്ഡം അനിമൽ കിങ്ഡം ആണെങ്കിൽ രണ്ടാമത്തെ കിങ്ഡം ഏതാ? രണ്ടാമത്തെ ഏറ്റവും വലിയ കിങ്ഡം ഏതാ? ഫംഗൈ ആണ് കേട്ടോ. ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ് ഇതെല്ലാം കൂടെ കൂട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ആരുണ്ട്? ഫംഗൈ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ മക്കളെ, ദിസ് ഈസ് ദ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ലോകത്തിൽ ഇത്രയും സ്പീഷീസുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ലോകത്തിലാകെയുള്ള ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ട സ്പീഷീസ് 1.5 മില്യൺ. ഇനി കണ്ടുപിടിക്കാനുള്ള റോബർട്ട് മേയുടെ അഭിപ്രായത്തിൽ ലോകത്ത് മൊത്തം 7 മില്യൺ സ്പീഷീസ്. ട്രോപ്പിക്കൽ റീജിയണിൽ വെറും 22% സ്പീഷീസിനെ മാത്രമേ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 78% ഇനിയും ബാക്കി നിൽക്കുകയാണ്. അതുപോലെ ലോകത്തിലെ മൊത്തവും അനിമലുകളെ, ലോകത്തിൽ ഡൈവേഴ്സിറ്റി കൂടുതൽ അനിമലുകളാണ്. പ്ലാന്റിനെയും ഫംഗസും കൂടെ 22% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അനിമൽ മാത്രം 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി അനിമലിന്റെ തന്നെ 70% ഇൻസെക്റ്റുകളാണ്. അതായത് ലോകത്തിലെ 10 ജീവികളെ എടുത്താൽ അതിൽ 7 എണ്ണം ആരായിരിക്കും? ഇൻസെക്റ്റുകളായിരിക്കും. ഇനി അതുപോലെ നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് എന്ന് പറയുന്നത് ആരുടെയൊക്കെ തുകയേക്കാൾ കൂടുതലാണ്? ഫിഷസിന്റെ, ആംഫീബിയൻസിന്റെ, റെപ്റ്റൈൽസിന്റെ, മാമൽസിന്റെ ആകെ കമ്പൈൻഡ് ടോട്ടലിനെക്കാട്ടി കൂടുതലാണ് ആരെന്ന് പറയുന്നത്? ഫംഗൈ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കിങ്ഡമായിട്ട് ആരെ പരിഗണിക്കാം? ഫംഗസിനെ നമുക്ക് പരിഗണിക്കാം. ഇനി നോക്കൂ മക്കളെ, ഇനി നോക്കൂ. ഇന്ത്യ ഹാസ് ഓൺലി 2.4% ഓഫ് ദ വേൾഡ്സ് ലാൻഡ് ഏരിയ. വെരി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ലോകത്തിലെ ആകെ ലാൻഡ് ഏരിയയുടെ 2.4% മാത്രമേ ഇന്ത്യക്കുള്ളൂ. ബട്ട് 8.1% ഓഫ് ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ലോകത്തിലാകെയുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ 8.1% നമുക്കുണ്ട് മക്കളെ. ലോകത്തിലെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ, ലോകത്തിലെ മൊത്തം രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എത്രയേ ഉള്ളൂ? 2.4% ഉള്ളൂ. അതിൽ 8.1% സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇവിടെ ഉണ്ട്. ലോകത്തിലെ മൊത്തം സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ 8.1% ഇവിടെ ഉണ്ട്. സോ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലാകെ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസേ ഉള്ളൂ. അതിലൊരെണ്ണം ഇന്ത്യയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ മെഗാ ഡൈവേഴ്സിറ്റി കൺട്രി എന്ന് വിളിക്കുന്ന? കാരണം ഇന്ത്യയിൽ ആകെ ലാൻഡ് ഏരിയയുടെ, ലോകത്തിലെ മൊത്തം എർത്തിന്റെ മൊത്തം ലാൻഡ് ഏരിയയുടെ 2.4% ഉള്ളൂ. എന്നാൽ 8.1 സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമുക്ക് സ്വന്തമാണ്. ഓക്കെ, നിയർലി 45,000 പ്ലാന്റ് സ്പീഷീസ് ആൻഡ് ട്വൈസ് മീൻസ് 19,000 animal species. As many of the animal have been recorded from India. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 45,000 പ്ലാന്റ് സ്പീഷീസിനെയും അതിന്റെ ഇരട്ടി, ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടി, ആൻഡ് ട്വൈസ് മീൻസ് 90,000 അനിമലുകളെയും നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിസ് ഈസ് ദ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇനി മെയിൻ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറെ ഉള്ള ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ്. ഇതാ നോക്ക്, എന്താ മക്കളെ ടോപ്പിക്ക്? ബയോളജിസ്റ്റ് ആർ നോട്ട് ഷുവർ അബൌട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോക്യാരിയോട്ടിക് സ്പീഷീസ്. നമ്മളിപ്പോൾ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു, അനിമലിനെ കുറിച്ച് പറഞ്ഞു, ഫംഗസിനെ കുറിച്ച് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷെ ആരെക്കുറിച്ച് പറഞ്ഞില്ല ഇതുവരെ? പ്രോക്യാരിയോട്സ് മീൻസ് ബാക്ടീരിയകളെ കുറിച്ചോ മൈക്രോപ്ലാസ്മകളെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് the biologists are not sure about the total number of prokaryotic species. ലോകത്തിൽ ഇത്ര പ്രോക്യാരിയോട്ടിക് സ്പീഷീസ് ഉണ്ട് എന്നുള്ളത് സയന്റിസ്റ്റുകൾ ഇതുവരെ എന്തല്ല അവർ കൺഫേം ചെയ്തിട്ടില്ല. എന്താ കാരണം? 2 കാരണങ്ങളുണ്ട്. പ്രോക്യാരിയോട്സിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് എന്തുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല? 2 കാരണങ്ങൾ. ഒന്ന്, കൺവെൻഷണൽ ടാക്സോണമിക്കൽ മെത്തേഡ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഐഡന്റിഫൈങ് മൈക്രോബിയൽ സ്പീഷീസ്. പഴയ കൺവെൻഷണൽ ആയിട്ടുള്ള ടാക്സോണമിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ആരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല? മൈക്രോ ഓർഗാനിസങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മൈക്രോ ഓർഗാനിസങ്ങളുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം എന്താ? കൺവെൻഷണൽ ആയിട്ടുള്ള പഴയ കാലത്തുള്ള ടാക്സോണമിക്കൽ മെത്തേഡുകളൊന്നും എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല? മൈക്രോ ഓർഗാനിസങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 2, ഇൻ ലബോറട്ടറി മെനി സ്പീഷീസ് കനോട്ട് ബി കൾച്ചർഡ്. നമുക്ക് ലബോറട്ടറിയിൽ പല സ്പീഷീസുകളെ എന്ത് ചെയ്യാൻ കഴിയില്ല മക്കളെ? കൾച്ചർ ചെയ്യാൻ പറ്റത്തില്ല, മീൻസ് വളർത്താൻ പറ്റത്തില്ല. കണ്ടോ? ഇൻ ലബോറട്ടറി മെനി സ്പീഷീസ് കനോട്ട് ബി കൾച്ചർഡ്.
മിക്കവാറും സ്പീഷീസുകളെ ഒന്നും നമുക്ക് ലാബിൽ വളർത്തി അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രോക്യാരിയോട്ടുകളെ എന്ത് ചെയ്യാൻ കഴിയാത്തത്, അവരുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കണക്കാക്കാൻ കഴിയാത്തത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കുക, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ബയോളജിസ്റ്റുകൾക്ക് പ്രോക്യാരിയോട്സിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തത്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, കൺവെൻഷണൽ ടാക്സോണമിക്കൽ മെത്തേഡ്സ് ആർ നോട്ട് suitable for identifying microorganisms and in laboratory many species cannot be cultured. മിക്കവാറും സ്പീഷീസുകളെ ഒന്നും ലബോറട്ടറിയിൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് ഈസ് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ പാറ്റേണുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് രണ്ട് പാറ്റേൺ പഠിക്കാനുണ്ട്. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പഠിക്കാനുണ്ട്. ഇത് രണ്ടുമാണ് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇപ്പൊ രണ്ട് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പഠിക്കാനുണ്ട്. ഒന്നെന്താണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്, രണ്ടെന്താണ് ദാറ്റ് ഈസ് ദ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. രണ്ടും നമുക്ക് പഠിക്കാം, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങോട്ട് നോക്കി. ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ഇതാ നോക്ക് മക്കളെ, എന്താണ് ലാറ്റിറ്റ്യൂഡുകൾ? നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലാറ്റിറ്റ്യൂഡ്? എന്താ, നമ്മൾ എർത്ത് വരച്ചു, നോക്കിക്കോണേ മക്കളെ. എർത്തിന്റെ ആണെങ്കിൽ നടുക്കൂടെ ഒരു ഇമാജിനറി ലൈൻ പാസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. എന്താണ് ആ ഇമാജിനറി ലൈൻ്റെ പേര്? ഇക്വേറ്റർ എന്നാണ്, ശരിയല്ലേ? ദിസ് ഈസ് ദ ഇക്വേറ്റർ. ദിസ് ഈസ് ദ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് കാൾഡ് ഇക്വേറ്റർ. ഇനി നമ്മൾ നേരെ ഈ ഇക്വേറ്ററിന്റെ മുകളിലേക്ക് നോർത്തിലേക്ക് നോക്കിയാൽ ദിസ് ഇസ് നോർത്ത് പോൾ ആൻഡ് ദിസ് ഇസ് സൗത്ത് പോൾ. ഈ നോർത്ത് പോളിലേക്ക് നോക്കുകയാണെങ്കിൽ there we can see another imaginary line. ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു ഇമാജിനറി ലൈൻ കാണാൻ പറ്റും. 23.5 ഡിഗ്രി 23.5 ഡിഗ്രി നോർത്തിലും 23.5 ഡിഗ്രി സൗത്തിലും 23.5 ഡിഗ്രി സൗത്തിലും നമുക്ക് രണ്ട് ലാറ്റിറ്റ്യൂഡുകൾ കാണാൻ പറ്റും. ഈ ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കും. ദിസ് ഇസ് കാൾഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു റീജിയൻ ഉണ്ട്. ഇതാണ്ട ഈ റീജിയൻ, സാറി ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ കണ്ടോ? എർത്തിൻ്റെതായ ഈ റീജിയൻ കണ്ടോ? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ ആണ് ദിസ് റീജിയൻ. ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കും. അപ്പൊ എന്തിൻ്റെയൊക്കെ ഇടയിലാണ് ട്രോപ്പിക്കൽ റീജിയൻ ഉള്ളത്? ട്രോപ്പിക്കൽ റീജിയൻ ഈസ് ദ റീജിയൻ ഇൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള റീജിയൻ ആണ്. അല്ലെങ്കിൽ 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലുള്ള റീജിയൻ ആണ് ഏത് റീജിയൻ എന്ന് പറയുന്നത്? ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് കാൾഡ് ട്രോപ്പിക്കൽ റീജിയൻ. മക്കളെ, എർത്തിന്റെ ട്രോപ്പിക്കൽ റീജിയൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇവിടെ കാണാം. എന്നാൽ നേരെ നമ്മൾ ഇവിടുന്ന് സഞ്ചരിച്ച് പോൾസിലേക്ക് പോവുകയാണെന്നിരിക്കട്ടെ. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. അതായത് ഇക്വേറ്ററിന്റെ ഭാഗത്തുനിന്ന് പോൾസിലേക്ക് പോവുകയാണ്. ഇക്വേറ്ററിന്റെ ഭാഗത്തുനിന്ന് പോൾസിലേക്ക് പോകും തോറും സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കുറയും. അത് ശരിയായ ഒരു കാര്യം അല്ലേ? കാരണം ഇവിടെ നമ്മൾ നോക്കിയാൽ ഇഷ്ടംപോലെ കാടും വനങ്ങളും ഒക്കെ ഉണ്ട്. നേരെ നമ്മൾ അന്റാർട്ടിക്കയിൽ പോയി നോക്കിയാലോ ആർട്ടിക്കയിൽ പോയി നോക്കിയാലോ ഇത് വല്ലതും ഉണ്ടോ? ഇല്ല. കാരണം ധ്രുവ പ്രദേശങ്ങളിൽ പൊതുവെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറവാണ്. അവിടെ ആകെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ക്രിസ്മസ് ട്രീയോ ഒരു പെൻഗുനോ അല്ലെങ്കിൽ എന്താണ് പോളാർ ബിയറോ അങ്ങനെയുള്ള കുറച്ച് ജീവികളെ അവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് തന്നെ ഇവിടെ പറയുന്നത് ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Species diversity decreases from the equator to the poles. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ പോൾസ്. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് സഞ്ചരിക്കും തോറും മക്കളെ എന്ത് കുറയുമടാ? സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കുറയും. ശരിയല്ലേ മക്കളെ? ഇവിടെ നിന്ന് പോൾസിലേക്ക് പോകുമ്പോഴും ഇവിടെ നിന്ന് പോൾസിലേക്ക് പോകുമ്പോഴും എന്ത് കുറയും? സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയും. ട്രോപ്പിക്സ്, the latitudinal range of 23.5 degree north and 23.5 degree south have more species than temperate or polar areas. ഉണ്ടോ? ട്രോപ്പിക്കൽ റീജിയനിൽ എന്ത് കൂടുതലാണ്? സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കൂടുതലാണ്. എവിടത്തേക്കാൾ? പോളാർ ഏരിയാസിനേക്കാൾ. ഒരു എക്സാമ്പിൾ പറയാണ്, നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ് ഇൻ ഡിഫറെന്റ് ലാറ്റിറ്റ്യൂഡ്. ഒന്ന്, കൊളംബിയ നിയർ ഇക്വേറ്റർ, ഇക്വേറ്ററിന്റെ അടുത്തുള്ള റീജിയൻ ആണ്. അവിടെ 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ എവിടെയാണ്? 1200 സ്പീഷീസുകളുണ്ട്. ന്യൂയോർക്ക് ഉണ്ടോ? 41 ഡിഗ്രി നോർത്ത് ആണ്. 41 ഡിഗ്രി നോർത്ത് ആയിട്ടുള്ള ന്യൂയോർക്കിൽ 105 സ്പീഷീസേ ഉള്ളൂ. ഗ്രീൻലാൻഡ് 71 ഡിഗ്രി നോർത്തിലുള്ള ഒരു ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചിലുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ്. അവിടെ 56 സ്പീഷീസേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ
ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതോറും എന്ത് കുറയുന്നതായിട്ടാണ് കണ്ട? സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുകയാണ് മക്കളെ? കുറയുകയാണ്. അപ്പൊ ഇതല്ലേ ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. എന്താണ് ആ ചോദ്യം എന്നറിയാമോ? വൈ ട്രോപ്പിക്കൽ റീജിയൻ ഈസ് മോർ സ്പീഷീസ് റിച്ച്? എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയണിൽ കൂടുതൽ സ്പീഷീസുകൾ കാണപ്പെടുന്നത്? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, എക്സാമിന് ചോദിക്കുന്ന ചോദ്യം. ട്രോപ്പിക്കൽ റീജിയണിൽ എന്തുകൊണ്ടാണ്? വൈ ദ ട്രോപ്പിക്കൽ റീജിയൻ ഹാസ് മോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി? ഒന്ന് ട്രോപ്പിക്കൽ റീജിയൻസ് ആർ ലെസ് സീസണൽ. ഒന്നാമത്തെ കാരണം അതാണ്, ലെസ് സീസണൽ. ഇവിടെ സീസണുകൾ പൊതുവെ കോൺസ്റ്റന്റ് ആണ്. ലെസ് സീസണൽ. സീസൺസ് പൊതുവെ ഇവിടെ എന്താണ്? കുറവാണ്. സീസൺ ഇപ്പൊ സമ്മർ സീസൺ, ഇതൊക്കെ മാറി മാറി വന്നാൽ എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നും ഇവിടെ ഇല്ല. 2 ലോ ഗ്ലേഷിയേഷൻസ് ഇൻ ദ പാസ്റ്റ്. അതായത് പഴയ കാലത്ത് ഇവിടെ മഞ്ഞിടിച്ചില്ല, അഥവാ മഞ്ഞ് വീഴ്ച, ഗ്ലേഷിയേഷൻസ് കുറവായിരുന്നു. ഗ്ലേഷിയേഷൻസ് ഇൻ ദ പാസ്റ്റിൽ ഗ്ലേഷിയേഷൻസ് കുറവായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ മഞ്ഞ് വീഴ്ച കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവികൾ പെട്ടെന്ന് മരിച്ചു പോകത്തില്ല. മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് കുറേ പ്ലാന്റുകളും അനിമലുകളും ഒക്കെ മഞ്ഞിൻ്റെ അടിയിൽ പെട്ട് മരിച്ചു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞ് വീഴ്ചകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. അതുപോലെ ട്രോപ്പിക്കൽ റീജിയനിൽ സീസണലാണ്. സീസണൽ വേരിയേഷൻ ഭയങ്കരമായിട്ടില്ല. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഇവിടെ കിട്ടും. ഇനി മൂന്നാമത്തത് മോർ സോളാർ എനർജി. കൂടുതൽ സോളാർ എനർജി കിട്ടും. കൂടുതൽ സോളാർ എനർജി കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം പ്ലാന്റുകളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. പ്ലാന്റുകളുടെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ അനിമലിന് കൂടുതൽ ഫുഡ് കിട്ടുമ്പോൾ അവർ ഒരുപാട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടും. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിൽ കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാകാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന് ലെസ് സീസണൽ വേരിയേഷൻ കുറവാണ്. ഇനി ലോ ഗ്ലേഷിയേഷൻസ് ഇൻ ദ പാസ്റ്റിൽ ഒരുപാട് ഗ്ലേഷിയേഷൻസ് നടന്നിട്ടില്ല, മഞ്ഞുവീഴ്ച നടന്നിട്ടില്ല. മോർ സോളാർ എനർജി, ആ സ്ഥലത്ത് കൂടുതൽ സോളാർ എനർജി കിട്ടും അല്ലെ. ട്രോപ്പിക്കൽ റീജിയനിൽ കൂടുതൽ സോളാർ എനർജി കിട്ടും. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയനിൽ സ്പീഷീസ് റിച്ച്നെസ് അഥവാ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാൻ കാരണം. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ഇതാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ഇനി എന്താണ് രണ്ടാമത്തെ പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി? എന്താ? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഹിസ് നെയിം ഈസ്, അദ്ദേഹത്തിന്റെ പേരാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. എന്താണിത് നോക്ക്. അക്കോർഡിംഗ് ടു ദ സ്റ്റഡി ഓഫ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇൻ സൗത്ത് അമേരിക്കൻ ജംഗിളുകളിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് നടത്തിയ ചില സ്റ്റഡീസിൽ നിന്ന് അദ്ദേഹം പറയാണ്, വിത്തിൻ എ റീജിയൻ, ഒരു റീജിയനിനുള്ളിൽ ദ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ സൈലന്റ് വാലി എന്ന് പറയുന്ന സ്ഥലം എടുക്കുന്നു. അവിടെ ഞാൻ പോയി 1 ഏക്കർ പഠിക്കുന്നു. 1 ഏക്കറിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സ്പീഷീസ് റിച്ച്നെസ് എനിക്ക് കിട്ടുന്നു. ഇത്രയാണ്, 50,000 സ്പീഷീസ് റിച്ച്നെസ്. 2 ഏക്കറിനെ കുറിച്ച് പഠിക്കുന്നു. 50,000 ആയിരിക്കുമോ? അല്ല, 1,00,000 സ്പീഷീസ് റിച്ച്നെസ്. ഇനി ഞാൻ 10 ഏക്കറിനെ കുറിച്ച് പഠിക്കുന്നു. അവിടുത്തെ മാക്സിമം ഒരു സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട്, പിന്നെ കൂടത്തില്ല. പിന്നെ ഞാൻ എത്ര നോക്കിയാലും ഇതേ സ്പീഷീസുകളെ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, സ്പീഷീസ് ഒരു ഏരിയ, ഒരു റീജിയൻ എടുക്കുമ്പോൾ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. സ്പീഷീസ് റിച്ച്നെസ് എന്തനുസരിച്ച് കൂടും? എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതനുസരിച്ച് കൂടും. പക്ഷേ എവിടം വരെ കൂടൂ? ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ കൂടൂ, പിന്നെ നോ ഫർദർ ഇൻക്രീസ്. പിന്നെ ഫർദർ അത് എന്ത് ചെയ്യപ്പെടത്തില്ല? ഇൻക്രീസ് ചെയ്യപ്പെടത്തില്ല. റിലേഷൻ ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഗീവ്സ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. നിങ്ങൾ സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും കൂടെ എടുത്ത് ഒരു ഗ്രാഫ് വരച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ഹൈപ്പർബോളയായിരിക്കും കിട്ടുക? റെക്ടാങ്കുലർ ഹൈപ്പർബോളയായിരിക്കും കിട്ടുക. വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, അപ്പൊ അത് എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, ദ സ്റ്റഡി ഓഫ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇൻ സൗത്ത് അമേരിക്കൻ ജംഗിൾ, ഇൻ എ റീജിയൻ, അദ്ദേഹം പറയാണ്, ഇൻ എ റീജിയൻ ദ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എക്സ്പ്ലോർഡ് ഏരിയ. നിങ്ങൾ എത്ര സ്ഥലത്തെ കുറിച്ച് പഠിക്കുന്നു അതനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടേയിരിക്കും? സ്പീഷീസ് റിച്ച്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ കൂടുള്ളൂ, പിന്നെ കൂടത്തില്ല. കാരണം എന്താ? അവിടെ മാക്സിമം സ്പീഷീസുകളെ നിങ്ങൾ കണ്ടെത്തി കഴിയും. അത് കഴിയുമ്പോൾ പിന്നെ കൂടത്തില്ല. പിന്നെ അതേ സ്പീഷീസിനെ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഗീവ്സ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ദിസ് ഇസ് ദ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇവിടെ നമുക്ക് റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ സ്ലോപ്പിന്റെ ഒരു ഇക്വേഷനും കിട്ടും. S is equal to CA raised to Z. S is equal to CA raised to Z. ഇതിന്റെ തന്നെ ഒരു ലോഗരിതമിക് ഗ്രാഫ് കൂടെ ഉണ്ട്, കണ്ടോ? ദിസ് ഇസ് ലോഗ് സ്കെയിൽ, ലോഗരിതമിക് ഗ്രാഫ് എന്ന് പറയും. അപ്പൊ ഈ ഒരു ഇക്വേഷനെ ഞാൻ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് S is equal to
ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതാണ്ട ഇങ്ങനെയാ, ലോഗ് സി ലോഗ് ഓഫ് സി എ റൈസ് ടു ഇസഡ്. ഇതിനെ എങ്ങനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നത്? എങ്ങനെ ഈ സാധനം സോൾവ് ചെയ്യുന്നത്? ലോഗ് സി പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ലോഗ് സി പ്ലസ് ഇസഡ് ഇനി താഴെ വരും, ഇസഡ് ലോഗ് എ. ഇതാണ് ലോഗരിതമിക് ഗ്രാഫ്. ഇത് ലീനിയർ ഗ്രാഫാണ്. ലോഗരിതമിക് ഗ്രാഫ് ലീനിയർ ഗ്രാഫാണ്, മറ്റേത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. കണ്ട, അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു സി എ റൈസ് ടു ഇസഡ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കി. എസ് ഈസ് ദ സ്പീഷീസ് റിച്ച്നെസ്, എ ഈസ് ദ ഏരിയ, സി ഈസ് ദ വൈ ഇന്റർസെപ്റ്റ്, ഇസഡ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഒന്നുകൂടെ പറഞ്ഞേടാ. എസ് ഈസ് ദ സ്പീഷീസ് റിച്ച്നെസ്. ഇതിനകത്ത് എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്. ഇത് ഉപയോഗിച്ച് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഇത് ഇങ്ങനെ കാണാതെ പഠിച്ചാൽ മാത്രം മതി. എസ് ഈസ് ഈക്വൽ ടു സ്പീഷീസ് റിച്ച്നെസ്, എ ഈസ് ഈക്വൽ ടു ഏരിയ, സി ഈസ് ഈക്വൽ ടു വൈ ഇന്റർസെപ്റ്റ്, ഇസഡ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഓർ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഇത് ഓർത്തോണം. ഇസഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്, അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. ഇസഡ് ഈസ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. നോക്ക്, ഇൻ ലോഗരിതമിക് സ്കെയിൽ ദ റിലേഷൻഷിപ്പ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ല, ലോഗരിതമിക് സ്കെയിലിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഇക്വേഷൻ ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ. Generally, for small areas, Z value is 0.1 to 0.2. ചെറിയ ഏരിയകളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ അഥവാ ഇസഡിന്റെ വാല്യൂ 0.1 മുതൽ 0.2 വരെ ആയിരിക്കും. ബട്ട് ഇൻ ലാർജ് ഏരിയാസ്, വളരെ വലിയ ഏരിയകളെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആൻ എൻറ്റയർ കോണ്ടിനെന്റ്, ഒരു ഫുൾ കോണ്ടിനെന്റ് ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ, the slope of the line is steeper and the value of Z must be അല്ലെങ്കിൽ will be 0.6 to 1.2. നമുക്ക് ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ ഏരിയകൾക്കാണെങ്കിൽ ഇസഡിന്റെ വാല്യൂ 0.1നും 0.2നും ഇടയിലായിരിക്കും. എന്നാൽ വലിയ ഏരിയകൾ, വലിയ കോണ്ടിനെന്റുകളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 0.6നും 1.2നും ഇടയിലായിരിക്കും ഇസഡിന്റെ വാല്യൂ. ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ ഫ്രൂഗിവോറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ് ദി ഇസഡ് വാല്യൂ ഇസ് 1.15. കണ്ട, ഡിഫറെന്റ് കോണ്ടിനെന്റ് കാര്യമാണ് പഠിച്ചിരിക്കുന്നത്. അത് വളരെ വലിയ ഏരിയ. ഒരു കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഏരിയ. അവിടുത്തെ ഫ്രൂഗിവോറസ് ബേർഡ്സിന്റെയോ മാമലുകളുടെയോ ഒക്കെ സ്പീഷീസ് റിച്ച്നെസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇസഡിന്റെ വാല്യൂ 0.6നും 1.2നും ഇടയിലായിരിക്കും. കണ്ട, ഫ്രൂഗിവോറസ് ബേർഡ്സിന്റെയും മാമൽസിന്റെയും ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ, ഡിഫറെന്റ് കോണ്ടിനെന്റിലുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള സ്പീഷീസ് റിച്ച്നെസ് കണക്കാക്കിയപ്പോൾ ഇസഡ് എത്ര കിട്ടിയേ? 1.15. എന്താ അത് കൂടാൻ കാരണം? ഒരു എൻറ്റയർ കോണ്ടിനെന്റാണ് പഠിക്കുന്നത്, കോണ്ടിനെന്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് കൂടും. എന്നാൽ സ്മോൾ ഏരിയക്ക് ഇത് എത്ര ആയിരിക്കും? 0.1 to 0.2 ആയിരിക്കും. ഇനി നോക്കൂ മക്കളെ, അടുത്തത് ഒരു ചോദ്യമാണ്. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. നെയിം എസ്, എ, സി, ഇസഡ്. ഈസി ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഇനി ഈസി ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. എസ് എന്താണ്? സ്പീഷീസ് റിച്ച്നെസ്. എ എന്താണ്? ഏരിയ. സി ഇസ് ദ വൈ ഇന്റർസെപ്റ്റ് and Z is the slope of the line or regression coefficient. Name the scientist who explained the species area relationship. ആരാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പറഞ്ഞ സയന്റിസ്റ്റ്? ആരാ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ്. എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ്? എന്തിനാണ് ഇക്കോസിസ്റ്റത്തിൽ കൂടുതൽ സ്പീഷീസ് വേണ്ടത്? ഒരു സ്പീഷീസ് മാത്രം പോരെ. എന്തുകൊണ്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ വേണം? ഇതാ നോക്കിക്കോ, നമുക്ക് പഠിക്കാം. ഇതേ നോക്കുകളെ, അക്കോർഡിംഗ് ടു ഡേവിഡ് ടിൽമാൻ എന്ന് പറയുന്ന എൻവയോൺമെന്റലിസ്റ്റിന്റെ പഠനപ്രകാരം പ്ലോട്ട് വിത്ത് മോർ സ്പീഷീസ്, അദ്ദേഹം കുറെ പ്ലോട്ടുകൾ തിരിച്ചിട്ടൊരു പഠനം നടത്തി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ഏത് പ്ലോട്ടിലാണോ കൂടുതൽ സ്പീഷീസ് ഉള്ളത്, ഷോ ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ ടോട്ടൽ ബയോമാസ്. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും ബയോമാസിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൂടുതൽ സ്പീഷീസ് ഉള്ളിടത്ത് കുറവാണ്. എന്നാൽ കുറച്ച് സ്പീഷീസ് ഉള്ളിടത്ത് ബയോമാസിൽ ഉണ്ടാകുന്ന വ്യതിയാനം വളരെ കൂടുതലാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അഗ്രികൾച്ചർ ഫീൽഡ്, ഞാൻ ഒരു വിള മാത്രം കൃഷി ചെയ്തിരിക്കുന്നു. എൻ്റെ അഗ്രികൾച്ചർ ഫീൽഡിൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്. എൻ്റെ അഗ്രികൾച്ചർ ഫീൽഡിൽ ഞാൻ ടപ്പിയോക്ക മാത്രം, മരച്ചീനി മാത്രം കൃഷി ചെയ്തിരിക്കുന്നു. ഇങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ അതൊരു ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ഞാനിപ്പോൾ ആദ്യത്തെ വർഷം ഈ പറയുന്ന മരച്ചീനി മാത്രം അവിടെ നട്ടു, വിളവെടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വിളഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വർഷം എനിക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടി, നല്ല രീതിയിൽ വിളവെടുത്ത് എനിക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടി. അടുത്ത വർഷം ഞാൻ മരച്ചീനി തന്നെ നടുകയാണ്. അപ്പോൾ ഒരു സ്പീഷീസേ അവിടെ ഉള്ളൂ, എൻ്റെ ക്രോപ്പ് ലാൻഡിൽ ഒറ്റ സ്പീഷീസേ ഉള്ളൂ. പക്ഷെ ആ രണ്ടാമത്തെ വർഷം പെട്ടെന്നൊരു രോഗം പടർന്നു പിടിച്ചു, പെട്ടെന്നൊരു അസുഖം പടർന്നു പിടിച്ചു. മരച്ചീനികളെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖം പടർന്നു പിടിച്ചു.
അപ്പോൾ ആ വർഷത്തെ എൻ്റെ ബയോമാസ് കഴിഞ്ഞ വർഷത്തെ അത്ര കാണൂടാ, ആ വർഷത്തെ പ്രൊഡക്ടിവിറ്റി കുറയത്തില്ലേ, കാരണം അസുഖം പടർന്നു പിടിച്ചില്ലേ, മരച്ചീനി എല്ലാം ഇല്ലാതായിപ്പോയില്ലേ. അപ്പോൾ എൻ്റെ ഇയർ ടു ഇയർ വേരിയേഷൻ കൂടിയോ കുറഞ്ഞോ? കൂടി. എനിക്ക് ആദ്യത്തെ വർഷം ഒരു 50,000 കിലോ മരച്ചീനി കിട്ടിയെങ്കിൽ എനിക്ക് രണ്ടാമത്തെ വർഷം 5 കിലോയേ കിട്ടത്തുള്ളൂ, കാരണം ബാക്കിയുള്ളതെല്ലാം അസുഖം വന്ന് നശിച്ചു പോയിരിക്കും. അപ്പോൾ ബയോമാസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്നാൽ ഇതേ സമയം നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ മരച്ചീനി, വാഴ, തെങ്ങ്, ചേന ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇന്റർമിക്സ് ചെയ്ത് വളർത്തുകയാണ്. അപ്പോഴും ഒരു ബയോമാസ് ഉണ്ട്. എനിക്ക് ഇതേ 50,000 കിലോ തന്നെ ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും കൂടെ കിട്ടും, ശരിയല്ലേ? എന്നാൽ ഇതേ സമയം ഞാൻ ഒരു അസുഖം പടർന്നു പിടിച്ചു, മരച്ചീനികളെല്ലാം ഇല്ലാതായിപ്പോയി. പക്ഷെ എനിക്ക് പിറ്റേ വർഷം പ്രൊഡക്ടിവിറ്റി കുറയുമോ കൂടുമോ? കുറയും, പക്ഷെ കുറച്ചേ കുറയത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അത്ര കുറയത്തില്ല, കാരണം കഴിഞ്ഞ വർഷം മരച്ചീനി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ മരച്ചീനി അസുഖം എല്ലാം വന്ന് നശിച്ചുപോയി. എന്നാൽ പിറ്റേ വർഷം മരച്ചീനിയെ മാത്രം ബാധിക്കുന്ന അസുഖം വന്നത്, പക്ഷെ കുറച്ച് സ്ഥലത്തല്ലേ മരച്ചീനി ഉള്ളൂ. അപ്പോൾ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കൂടിയപ്പോൾ പ്രൊഡക്ടിവിറ്റിക്ക് ഉണ്ടായ ചേഞ്ച്, ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ ബയോമാസ് എന്ത് ചെയ്തടേ? കുറഞ്ഞില്ലേ? ഇതാണ് ഡേവിഡ് ടിൽമാനും പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഡേവിഡ് ടിൽമാൻ, എ പ്ലോട്ട് വിത്ത് മോർ സ്പീഷീസ്, കൂടുതൽ സ്പീഷീസ് ഉള്ള പ്ലോട്ടുകളിൽ ഷോ ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ ടോട്ടൽ ബയോമാസ്. ടോട്ടൽ ബയോമാസിലെ ഇയർ ടു ഇയർ വേരിയേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ആൻഡ് ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. നമുക്ക് ഡൈവേഴ്സിറ്റി കൂടുന്നതനുസരിച്ച് പ്രൊഡക്ടിവിറ്റിയും എന്ത് ചെയ്യൂടെ? കൂടും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇക്കോസിസ്റ്റം ഹെൽത്ത് ആൻഡ് സർവൈവൽ ഓഫ് ഹ്യൂമൻ റേസ്. ഇത് ഇക്കോസിസ്റ്റത്തിന്റെ ഹെൽത്തിനും ഹ്യൂമൻ റേസിന്റെ സർവൈവലിനും വളരെ അത്യാവശ്യമാണ്. ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട് ടു ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എസെൻഷ്യൽ ഫോർ ഇക്കോസിസ്റ്റം ഹെൽത്ത് ആൻഡ് സർവൈവൽ ഓഫ് ഹ്യൂമൻ റേസ്. അപ്പം സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ പറ്റി നമുക്കൊരു ഹൈപ്പോത്തസിസ് പഠിക്കാനുണ്ട്. ആ ഹൈപ്പോത്തസിന്റെ പേരാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. നിങ്ങൾക്ക് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ്, അതായത് ഒരു ഇക്കോസിസ്റ്റത്തിൽ സ്പീഷീസ് അല്ല വേണ്ടത്, ഒരുപാട് തരം സ്പീഷീസാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ ഒരേ മരം തന്നെ ഒരു ഫോറസ്റ്റ് നട്ടുപിടിപ്പിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് ടൈപ്പിലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. വൈ? എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻറ്റ്? ഓരോ സ്പീഷീസുകളും ഒരു ഇക്കോസിസ്റ്റത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസിലൂടെ പറയുന്നത്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ എ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് പോൾ എൽറിച്ച്. പോൾ എൽറിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പേര് പഠിച്ചോണം. പോൾ എൽറിച്ച് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പഠിച്ചോണം. ഇനി ഇദ്ദേഹം പറയുന്നത് ഇതാണ്: ഇൻ ആൻ എയർപ്ലെയിൻ. ഇദ്ദേഹം ഇവിടെ ഇക്കോസിസ്റ്റത്തെ ഒരു എയറോപ്ലെയിനുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കമ്പയർ ചെയ്തിരിക്കുകയാണ്. നോക്ക്, ഇൻ ആൻ എയർപ്ലെയിൻ ഓർ ഇക്കോസിസ്റ്റം ഓൾ പാർട്സ് ആർ ജോയിൻഡ് വിത്ത് മെനി റിവറ്റ്സ്. എയറോപ്ലെയിനിലെ പല പാർട്ടുകളെയും തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ക്രൂ ഉപയോഗിച്ചായിരിക്കും, അല്ലെ, അല്ലെങ്കിൽ നട്ടും ബോൾട്ട് ഉപയോഗിച്ചായിരിക്കും. ദാറ്റ് ഈസ് റിവറ്റ്. ഇത് ഓരോന്നും ഓരോ സ്പീഷീസ് ആണ്. ഇപ്പൊ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് വലിയൊരു എയറോപ്ലെയിൻ. ആ എയറോപ്ലെയിൻ്റെ പല പാർട്സുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന റിവറ്റുകൾ സ്ക്രൂകളാണ് ആര്? സ്പീഷീസ്. ഇഫ് പാസഞ്ചേഴ്സ് പോപ്പ് എ റിവറ്റ്, എക്സ്റ്റിങ്ഷൻ ഓഫ് എ സ്പീഷീസ്, ഇറ്റ് മേ നോട്ട് അഫക്ട് ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഓർ ഫങ്ഷനിങ് ഓഫ് ദ ഇക്കോസിസ്റ്റം. എന്ന് വെച്ചാൽ ഒരു പാസഞ്ചർ അതിനകത്ത് കയറി ഇരുന്നിട്ട് ഒരു സ്ക്രൂ ഇഞ്ഞ് അളക്കുകയാണ്, അതായത് ഒരു സ്പീഷീസ് അങ്ങ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാണ്. അപ്പോൾ ഒരു റിവറ്റ് പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? റിവറ്റ് ഊരിയെടുക്കുക, ഒരു സ്ക്രൂ ഊരിയെടുക്കുക എന്നതുകൊണ്ട് ഇവിടെ എന്തോ ഉദ്ദേശിക്കുന്നത്? എക്സ്റ്റിങ്ഷൻ ഓഫ് എ സ്പീഷീസ്, ഒരു സ്പീഷീസ് ഇല്ലാതായിപ്പോയി. ഇറ്റ് മേ നോട്ട് അഫക്ട് ദ ഫ്ലൈറ്റ് സേഫ്റ്റി. ഇതൊരു ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ആ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിയെ ബാധിക്കത്തില്ല, കാരണം ഞാനിപ്പോൾ അത് എവിടുന്നാണ് ഊരിയെടുത്തതെന്നനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബട്ട് ആസ് മോർ റിവറ്റ്സ് ആർ റിമൂവ്ഡ് ദ പ്ലെയിൻ ബിക്കം ഡേഞ്ചറസ്ലി വീക്ക്. കൂടുതൽ സ്ക്രൂകൾ ഞാൻ ഊരിയെടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇക്കോസിസ്റ്റം ഡാമേജ് ആവും, അഥവാ പ്ലെയിൻ ക്രാഷ് ആയി പോകും. ശരിയല്ലോ? ഒരുപാട് സ്ക്രൂ ഊരിയെടുത്താൽ ഇനി എവിടെ നിന്നാണ്? ആദ്യം ഒരു സ്ക്രൂ ഞാൻ ഊരിയല്ലോ, അത് എവിടെ നിന്ന് ഊരി എന്നതിനും പ്രാധാന്യമുണ്ട്. നോക്ക്, ലോസ് ഓഫ് റിവറ്റ്സ് ഓൺ വിങ്സ്. ഞാൻ വിമാനത്തിന്റെ ചിറകിൽ നിന്നാണ് ഒരു റിവറ്റ് ഊരിയതെങ്കിലോ, ഒരു റിവറ്റ് ഊരിയാൽ മതി, നമ്മുടെ പ്ലെയിൻ തന്നെ ക്രാഷ് ആയി പോകും. കണ്ടോ? റിവറ്റ്, ദാറ്റ് ഈസ് കാൾഡ് കീ സ്പീഷീസ്. അപ്പോ ചില സ്പീഷീസുകളാണെങ്കിൽ ഒരു ടൈപ്പ് സ്പീഷീസ് ഇല്ലാതാവുമ്പോഴേ ഇക്കോസിസ്റ്റം മൊത്തം കൊളാപ്സ് ആയി പോകും. അങ്ങനത്തെ സ്പീഷീസുകളെ നമ്മൾ കീ സ്പീഷീസ് എന്ന് വിളിക്കും. ആ സ്പീഷീസിനെ ഇവിടെ എന്തുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? റിവറ്റ്സ് ഓൺ ദ വിങ്ങുമായിട്ടാണ്. വിങ്, എയറോപ്ലെയിൻ്റെ വിങ്ങിനകത്തുള്ള റിവറ്റ് ആയിട്ടാണ് ആരെ പറഞ്ഞിരിക്കുന്നത്? കീ സ്പീഷീസിനെ. എന്താ ഈ കീ സ്പീഷീസ്? ദാറ്റ് ഡ്രൈവ് മേജർ ഇക്കോസിസ്റ്റം ഫങ്ഷൻ. കീ സ്പീഷീസസ്, ഒരു ഇക്കോസിസ്റ്റത്തിലെ കീ സ്പീഷീസസ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ദാറ്റ് ഡു എങ്ങനെയുള്ള മേജർ ഇക്കോസിസ്റ്റം ഫങ്ഷൻ. മേജർ ഇക്കോസിസ്റ്റം ഫങ്ഷൻ.
പ്രധാനപ്പെട്ട ഇക്കോസിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്ന സ്പീഷീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സ്പീഷീസ്? ദാറ്റ് ഈസ് കോൾഡ് കീ സ്പീഷീസ്. കീ സ്പീഷീസ് ദെൻ ആർ മോർ ഡേഞ്ചറസ് ദാൻ ലോസ് ഓഫ് എ ഫ്യൂ റിവറ്റ്സ് ഓൺ ദ സീറ്റ് ഓർ വിൻഡോ. കണ്ടോ? അപ്പൊ അത്തരം സ്പീഷീസുകളുടെ കീ സ്പീഷീസുകളുടെ നാശം എന്ന് പറയുന്നത് വളരെ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുക. ഒരു കീ സ്പീഷീസ് പോയാൽ ഇക്കോസിസ്റ്റം തന്നെ ഡാമേജ് ആയി പോകും. കണ്ടോ? ഡേഞ്ചറസ് ദാൻ, അത് കൂടുതൽ ഡേഞ്ചറസ് ആണ് ദാൻ ലോസ് ഓഫ് എ ഫ്യൂ റിവറ്റ്സ് ഓൺ ദ സീറ്റ് ഓർ വിൻഡോ. അപ്പൊ കീ സ്പീഷീസുകളുടെ ലോസ് ആണ് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അല്ലാത്ത സ്പീഷീസുകൾ നശിച്ചു പോയാലും വലിയ കുഴപ്പമില്ല എന്ന് കരുതി അത് ഒരുപാട് പോകുമ്പോൾ പ്ലെയിൻ ഡാമേജ് ആവും. ഇപ്പം നമ്മൾ വിൻഡോയിൽ നിന്നോ സീറ്റിൽ നിന്നോ റിവറ്റ് എടുത്താൽ വലിയ പ്രശ്നമില്ല. അങ്ങനെ എല്ലാം യൂരി എടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ഡാമേജ് ആയി പോകും. അപ്പൊ എന്ന് പറയുന്ന പോലെ അപ്പൊ ചില സ്പീഷീസുകൾ നിങ്ങൾ ചോദിക്കും, അപ്പൊ നമ്മുടെ പുസ്തകത്തിന്റെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതാണ്, ട്രീ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ഫ്രോഗ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇല്ലാതായി പോയാൽ പശ്ചിമഘട്ടം തന്നെ ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. ട്രീ ഫ്രോഗ്, നമ്മുടെ മരത്തവള എന്ന് പറയുന്ന സാധനം നമ്മുടെ എവിടെ നിന്ന് ഇല്ലാതായി പോകുന്നു? നമ്മുടെ പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാട്സിൽ നിന്ന് ഇല്ലാതായി പോകുന്നു. ഇത് വെസ്റ്റേൺ ഗാട്സിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. കാരണം എന്താ? ഈ ട്രീ ഫ്രോഗ് എന്ന് പറയുന്ന സ്പീഷീസ് ഒരു കീ സ്പീഷീസ് ആണെങ്കിൽ ദാറ്റ് വിൽ ഡാമേജ് ദ എൻറ്റയർ ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ അത് ദോഷകരമായിട്ട് ബാധിക്കും. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പീഷീസ്. ഒരു സിംഗിൾ സ്പീഷീസിന് പോലും എവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്? ഒരു ഇക്കോസിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദിസ് ഇസ് കാൾഡ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. എന്താ പറയുന്നത്? ഹിയർ ഇൻ ആൻ എയർപ്ലെയിൻ, ആൻ ഇക്കോസിസ്റ്റം ഈസ് കൺസിഡർഡ് ആസ് എയർപ്ലെയിൻ. If we pop some rivets from the aeroplane, it will not affect the flight, normal flight. But we pop more and more rivets. കൂടുതൽ റിവറ്റുകൾ നമ്മൾ ഇളക്കി എടുത്താൽ it will damage the airplane. Or if you pop a rivet from the wings, that is called a key species. ഒരു key speciesന്റെ extinction ആണെങ്കിൽ that will cause a huge impact on the ecosystem functioning. Ecosystem functioning il valiyori impact undakum. And if we pop some rivets from the seat or window, that will not cause much or more danger. That will cause less danger to the ecosystem. കുറച്ച് ഡേഞ്ചറേ ഉണ്ടാക്കത്തുള്ളൂ. വിൻഡോയിൽ നിന്നോ സീറ്റിൽ നിന്നോ അത് അത്ര പ്രാധാന്യമില്ലാത്ത സ്പീഷീസാണ്. എന്നാൽ കീ സ്പീഷീസുകൾ ആയിട്ട് എന്തിനെ ഉപമിച്ചിരിക്കുന്നത്? വിങ്ങിലെ റിവറ്റ്. അത് ഒരെണ്ണം പോയാലും എന്ത് ചെയ്യും? മൊത്തം ഇക്കോസിസ്റ്റവും ഡാമേജ് ആവും. ദിസ് ഇസ് കാൾഡ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പ്രപ്പോസ്ഡ് ബൈ പോൾ എൽറിച്ച്. ദെൻ അടുത്തത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ലോകത്ത് ബയോഡൈവേഴ്സിറ്റി ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ നോക്ക്, IUCN റെഡ് ലിസ്റ്റ് ലോകത്ത് എക്സ്റ്റിങ്ക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ജീവികളുടെ ലിസ്റ്റാണ് റെഡ് ലിസ്റ്റ്. ഓൾറെഡി എക്സ്റ്റിങ്ക്ട് ആയ ജീവികളും എക്സ്റ്റിങ്ക്ട് ആയിക്കൊണ്ടിരിക്കുന്ന എൻഡേഞ്ചർഡ് ആയിട്ടുള്ള ജീവികളുടെയും പേരുകളാണ് ഇതിനകത്തുള്ളത്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം 2004 റെഡ് ലിസ്റ്റ് പ്രകാരം സേസ് ദാറ്റ് 784 സ്പീഷീസ് വേർ എക്സ്റ്റിങ്ക്ട്. ലോകത്തിൽ 784 സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്ട് ആയി. എത്ര വർഷത്തിൽ? ലാസ്റ്റ് 500 years, കഴിഞ്ഞ 500 വർഷത്തിനിടയ്ക്ക് 784 സ്പീഷീസുകൾ പൂർണ്ണമായും എക്സ്റ്റിങ്ക്ട് ആയി. അതിനകത്ത് ആരൊക്കെ ഉൾപ്പെടും? 338 വെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ്, 87 പ്ലാന്റ്സ്. നോക്ക് മക്കളെ, 338 വെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ്, 87 പ്ലാന്റ്സ്. ഇത്രയും ചേർത്ത് 784 സ്പീഷീസുകൾ കഴിഞ്ഞ 500 വർഷത്തിനിടയ്ക്ക് ഇല്ലാതായിപ്പോയി. അതിൽ ചില ആളുകളാണ് ഡോഡോ പക്ഷികൾ. ഈ നാവികർ അമിതമായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ ഫലമായി ലോകത്തുനിന്ന് ഇല്ലാതായിപ്പോയ ഒരു പക്ഷിയാണ് ഡോഡോ. മൗറീഷ്യസിലാണ് സംഭവം. ഇപ്പോൾ ഈ ജീവി ഇല്ലാതായിപ്പോയത് ഇവരുടെ രാജ്യം ഓർത്ത് വെച്ചോണം. ഡോഡോ ഇൻ മൗറീഷ്യസ്, ക്വാഗ ഫ്രം ആഫ്രിക്ക, തൈലാസിൻ ഫ്രം ഓസ്ട്രേലിയ, സ്റ്റെല്ലസ് സീ കൗ ഫ്രം റഷ്യ, 3 subspecies of ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ ഓഫ് ടൈഗർ. നോക്ക് ആരൊക്കെയാണ് ഇല്ലാതായി പോയവരാരൊക്കെയാ? ഡോഡോ, മൗറീഷ്യസിലെ ഡോഡോ എന്ന് പറയുന്ന പക്ഷി, ക്വാഗ ആഫ്രിക്കയിലെ ക്വാഗ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ തൈലാസിൻ ഇൻ ഓസ്ട്രേലിയ, സ്റ്റെല്ലാർ സീകൗ ഫ്രം റഷ്യ ആൻഡ് 3 subspecies ഓഫ് ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ ഓഫ് ടൈഗർ. ടൈഗറിന്റെ 3 വെറൈറ്റികളും ഏതൊക്കെയാ? ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ. മക്കളെ, ഇനിയാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്, ഇമ്പാക്ട് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി ലോസ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? അത് ലോകത്ത് ബയോഡൈവേഴ്സിറ്റി ലോസ് ആയി പോകുന്നത് മൂലം എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും? ബയോഡൈവേഴ്സിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ലോസ് ആയി പോകുന്നത് മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കണം. ഒന്ന്, ഡിക്ലൈനിങ് പ്ലാന്റ് പ്രൊഡക്ഷൻ. പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ താഴേക്ക് പോകും.
എന്നുവെച്ചാൽ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ട് എന്താ മക്കളെ പ്രശ്നം? പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് ജീവികൾക്ക് ആവശ്യമായ ഫുഡ് കിട്ടുമോ? കിട്ടത്തില്ല. നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസിലേക്ക് എത്താൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ലോകത്ത് നമ്മൾ തന്നെ എക്സ്റ്റിങ്ക്ട് ആയി പോകാൻ അത് കാരണമാകും. 2, എൻവയോൺമെന്റൽ പെർച്ചുബേഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ് സച്ച് ആസ് ഡ്രോട്ട്? വരൾച്ച പോലെയുള്ള എൻവയോൺമെന്റൽ ഡാമേജുകൾ കൂടും. ഇവിടെ എൻവയോൺമെന്റൽ പെർച്ചർബേഷൻസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എൻവയോൺമെന്റൽ ഡാമേജിനെയാണ്. എൻവയോൺമെന്റൽ ഡാമേജുകൾ ഉണ്ടാവും, വലിയ വലിയ പ്രശ്നങ്ങൾ, എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാകും. അമിതമായ വരൾച്ച, അമിതമായ റെയിൻ, അമിതമായ ഫ്ലഡ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. 3, increased variability in ecosystem process such as plant productivity, water use and pest disease cycle. കണ്ടോ, ഇതെല്ലാം എൻവയോൺമെന്റിലെ ഇത്തരം കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെടും. എന്തൊക്കെയാ? ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ ഇക്കോസിസ്റ്റം പ്രോസസ്സസ് സച്ച് ആസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റിയിൽ വ്യത്യാസം വരും, വാട്ടർ യൂസിൽ വ്യത്യാസം വരും, പെസ്റ്റ് ഡിസീസ് സൈക്കിളുകളിൽ വ്യത്യാസം വരും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എവിടെ ഉണ്ടാകും മക്കളെ? ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ ഈ 3 പോയിന്റുകൾ കൃത്യമായി നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ മക്കളെ, അടുത്തതാണ് കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് എന്താ? കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണത് ഈവിൽ ക്വാർട്ടറ്റ്. ഈവിൽ ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞാൽ 4 ഈവിൽ തെറ്റുകൾ. നമ്മൾ ബയോഡൈവേഴ്സിറ്റിയോട് ചെയ്യുന്ന 4 തെറ്റുകൾ, പിഴവുകൾ എന്തൊക്കെയാണ്? നോക്കൂ മക്കളെ, നോക്കൂ. 1 ദാ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. 1ാമത്തെ തെറ്റ് ഇതാണ്, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. 2ാമത്തെ തെറ്റ് എന്താണ്? ദ ഫസ്റ്റ് ഈവിൽ ക്വാർട്ടറ്റ് ഈസ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ആൻഡ് ദ സെക്കൻഡ് ഈസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ചെയ്യുന്ന ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. 3 ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ. ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് ചില ഏലിയൻ സ്പീഷീസുകൾ വരുന്നത്, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. And the next is, the 4th one is the co-extinction. അപ്പോൾ നോക്കൂ മക്കളെ, അപ്പോൾ ഏതൊക്കെയാണ് ഈവിൽ ക്വാർട്ടറ്റുകൾ അഥവാ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്? ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. നോക്കടാ, 1ാമത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. എന്താ മക്കളെ? ഏറ്റവും വലിയൊരു ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആവാസ വ്യവസ്ഥയുടെ നശീകരണം. അതുപോലെ ഫ്രാഗ്മെന്റേഷൻ, ഘടകങ്ങളാക്കുക. നോക്കാം നമുക്കിത് എന്താണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈസ് ബീയിങ് കട്ട് ഫോർ കൾട്ടിവേറ്റിംഗ് സോയാബീൻസ് ഓർ ദ കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് ഫോർ കാറ്റിൽ. നമുക്കറിയാം, ലോകത്തിൻ്റെ തന്നെ, എർത്തിൻ്റെ തന്നെ ലങ്സ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഴക്കാട്, ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇപ്പോൾ കട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സോയാബീൻ കൃഷിക്ക് വേണ്ടിയിട്ടും, അതുപോലെ കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് ഫോർ കാറ്റിൽ, കന്നുകാലികളെ മേയ്ക്കാനുള്ള ഗ്രാസ് ലാൻഡുകൾ ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ എന്തിനെ കട്ട് ചെയ്യുന്നു? ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കട്ട് ചെയ്യുന്നു. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിനുണ്ടാകുന്ന നശീകരണം. ഫ്രാഗ്മെന്റേഷൻ ബാഡ്ലി അഫക്റ്റ് ദ അനിമൽ റിക്വയറിംഗ് ലാർജ് ടെറിട്ടറീസ് ആൻഡ് മൈഗ്രേറ്ററി അനിമൽസ്. നോക്ക്, ഈ ഫ്രാഗ്മെന്റേഷൻ, ഇപ്പോൾ ഒരു വലിയ കാട് എന്തിനാണ്? കുറച്ച് ഭാഗം പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ പോരാ. ചില ജീവികൾക്ക് ലാർജ് ടെറിട്ടറീസ് വേണം. എക്സാമ്പിൾ, ഇപ്പോൾ ബേർഡ്സിന് ജീവിക്കണമെങ്കിൽ വലിയ ടെറിട്ടറീസ് വേണം, വലിയ സ്ഥലങ്ങളെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വനത്തിൻ്റെ വിസ്തൃതി കുറയ്ക്കുന്നത് ആരുടെ എണ്ണം കുറയാൻ കാരണമാകും? ബേർഡ്സിൻ്റെ എണ്ണം കുറയാൻ കാരണമാകും. അപ്പോൾ അതാണ് ഫ്രാഗ്മെന്റേഷൻ ബാഡ്ലി അഫക്റ്റ് ദ അനിമൽസ് റിക്വയറിംഗ് ലാർജ് ടെറിട്ടറീസ് ആൻഡ് മൈഗ്രേറ്ററി അനിമലുകളെയും ഇത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. എന്തുവാ മക്കളെ? ഈ പറയുന്ന ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഈസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ദ സെക്കൻഡ് ഈവിൽ ക്വാർട്ടറ്റ് ഈസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെ ലോകത്ത് നിന്ന് ഇല്ലാതായി പോയ ആളുകളാണ്. 1 സ്റ്റെല്ലേഴ്സ് സീ കൗ. മനുഷ്യൻ്റെ അമിതമായ ചൂഷണം മൂലം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യല്ല, നീഡല്ല, നമുക്ക് നീഡ് ഈസ് കൺവേർട്ടഡ് ടു ഗ്രീഡ്. നമ്മുടെ ആവശ്യങ്ങൾ അത്യാഗ്രഹങ്ങളിലേക്ക് മാറുന്നു. നീഡ് ഈസ് കൺവേർട്ടഡ് ടു ഗ്രീഡ്. നമ്മളിങ്ങനെ പറയാറുണ്ട്, നമുക്ക് എല്ലാവർക്കും പൈസ നീഡ്ഫുൾ ആണ്, നമുക്ക് ആവശ്യമാണ് പൈസ, പക്ഷെ ഗ്രീഡ്ഫുൾ ആവരുത്.
നമ്മൾ അത്യാഗ്രഹികളാവരുത്. നമ്മുടെ ആരോഗ്യമൊക്കെ കളഞ്ഞ് ആരോഗ്യമൊന്നും ഇല്ലാതെ നമ്മൾ കുറേ പൈസ സമ്പാദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് നീഡ് ഈസ് കൺവേർട്ടഡ് ടു ഗ്രീഡ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഗ്രീഡുകൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തരുത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. സ്റ്റെല്ലേഴ്സ് സീക്കവ് അതിനൊരു എക്സാമ്പിളാണ്, പാസഞ്ചർ പീജൺ അതിനൊരു എക്സാമ്പിളാണ്, എക്സ്റ്റിങ് ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് നശിച്ചു പോയവരാണ് സ്റ്റെല്ലേഴ്സ് സീക്കവും പാസഞ്ചർ പീജണും ഒക്കെ. ദെൻ ദ നെക്സ്റ്റ് ഈസ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ഏതാ മക്കളെ? ഏലിയൻ സ്പീഷീസ് കോസ് ഡിക്ലൈൻ ഓർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജീനസ് സ്പീഷീസ്. എക്സാമ്പിൾ നൈൽ പെർച്ച്. ഏലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പുതിയതായി എത്തിച്ചേരുന്ന എക്സോട്ടിക് സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏലിയൻ സ്പീഷീസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏലിയൻ സ്പീഷീസ് ആർ എക്സോട്ടിക് സ്പീഷീസ് കോസ് ഡിക്ലൈൻ ഓർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജീനസ് സ്പീഷീസ്. എക്സാമ്പിൾ നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ. കണ്ട, ലേക്ക് വിക്ടോറിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട നൈൽ പെർച്ച് എന്തിന് എക്സാമ്പിളാണ്? ഏലിയൻ സ്പീഷീസിന് എക്സാമ്പിളാണ് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. ഇത് ശരിക്കും പറഞ്ഞാൽ ലേക്ക് വിക്ടോറിയയിൽ ഈ നൈൽ പെർച്ച് ഇല്ലായിരുന്നു, പക്ഷേ ഇത് വന്നതോടുകൂടി അവിടെയുള്ള ഏതാണ്ട് 200 സ്പീഷീസസ് ഓഫ് കിച്ചിൽഡ് ഫിഷസ് ഇല്ലാതായി പോകാൻ കാരണമായി. കണ്ടോ, കിച്ചിൽഡ് ഫിഷസിനെ ഇല്ലാതായി പോകാൻ ഈ നൈൽ പെർച്ച് കാരണമായി. ഒരു സ്ഥലത്ത് ഇല്ലാതിരിക്കുന്ന എന്നാൽ അവിടേക്ക് പുതുതായിട്ട് വരുന്ന ജീവികളെ നമ്മൾ പറയുന്ന പേരാണ് ഏലിയൻ സ്പീഷീസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നൊരു മീൻ നമ്മുടെ ജലാശയങ്ങളിലേക്ക് വന്നാൽ അതിൻ്റെ പ്രശ്നമുണ്ട്. ആഫ്രിക്കയാണ് അതിൻ്റെ ജന്മനാട്. അപ്പോൾ അവിടെ നിന്നത് ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ ഇൻഡിജിനസ് ഫിഷസിനെ എല്ലാം നശിപ്പിക്കും. അപ്പോൾ ഒരു ഏലിയൻ സ്പീഷീസ് ഒരു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഡിജീനസ് നാടൻ വെറൈറ്റികളെ അത് എന്ത് ചെയ്ത് കളയും? നശിപ്പിച്ച് കളയും. ഇൻവാസീവ് വീഡ് സ്പീഷീസസിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ വന്നിട്ടുള്ള ചില കളകളുണ്ട്, കാടുകളുണ്ട്. ഏതൊക്കെയാ? പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസ്, നമ്മളിത് പഠിച്ചതാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിൽ പോളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റിന് എക്സാമ്പിളാണ് പാർത്തീനിയം. അതുപോലെ ലൻഡാന ആൻഡ് ഐക്കോർണി അഥവാ വാട്ടർ ഹയാസിന്ത് കോസ് ഡാമേജ് ടു അവർ നേറ്റീവ് സ്പീഷീസ്. Illegal introduction of the African catfish or Clarias geripinus for aquaculture is a threat to indigenous catfishes in our rivers. നമ്മുടെ റിവറിലേക്ക് ഈ പറയുന്ന ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ, മുഷിയെ കൊണ്ടുവന്നത് ക്ലാരിയാസ് ഗരീപൈനസ് എന്നാണ് അതിൻ്റെ പേര്. ഇതിനെ കൊണ്ടുവന്നത് കാരണം നമ്മുടെ നേറ്റീവ് ഫിഷസ് എല്ലാം എന്ത് ചെയ്യുകയാണ്? നശിച്ച് പോവുകയാണ്. ഇനി നോക്കൂ മക്കളെ, കോ എക്സ്റ്റിങ്ഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണിത്. കോ എക്സ്റ്റിങ്ഷൻ എന്താ മക്കളെ? വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്, ഒരു സ്പീഷീസ് നശിച്ചു പോയാൽ ദ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഓൾസോ എക്സ്റ്റിങ്. ആ സ്പീഷീസുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നവനും കൂടെ നശിച്ചു പോകും. ഫോർ എക്സാമ്പിൾ എക്സ്റ്റിങ്ഷൻ ഓഫ് എ പാരസൈറ്റ് വെൻ ദ ഹോസ്റ്റ് ഈസ് എക്സ്റ്റിങ്ക്ട്. കേട്ടാ, ഇപ്പം നമ്മുടെ തലയിൽ പെയിൻ ജീവിക്കുന്നു, നമ്മൾ ലോകത്തുനിന്ന് ഇല്ലാതായി പോയാൽ പെയിനും ലോകത്തുനിന്ന് ഇല്ലാതാവും. ഇതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റിങ്ഷൻ, കോ എക്സ്റ്റിങ്ഷൻ. ഒരു ജീവിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവി ഒരു ജീവിയുടെ നശീകരണം മൂലം ഇല്ലാതാവും. ഇപ്പം യൂക്ക പ്ലാന്റും മോത്തും തമ്മിൽ അസോസിയേറ്റഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂക്ക പ്ലാന്റ് ഇല്ലാതായിപ്പോയാൽ മോത്തും ഇല്ലാതായിപ്പോവും. ഫിഗ് ട്രീയും വാസ്പും, ഫിഗ് ഇല്ലാതായിപ്പോയാൽ വാസ്പും ഇല്ലാതാവും, അല്ലെങ്കിൽ വാസ്പ് ഇല്ലാതായിപ്പോയാൽ ഫിഗും ഇല്ലാതാവും. കാരണം അതിനെ പോളിനേറ്റ് ചെയ്യാൻ ആരും ഇല്ലാതാവും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ പരസ്പരം റിലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ജീവികൾ ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ നാശത്തിനും കാരണമാകും. ഇനി in co-evolved plant pollinator mutualism, extinction of one causes the extinction of another. കണ്ട, ഈ പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വാലിസത്തിന് എക്സാമ്പിൾ ആണ് യൂക്ക പ്ലാന്റും മോത്തും ഫിഗ് ട്രീയും വാസ്പും ഒക്കെ. അപ്പോൾ ഒരെണ്ണം നശിച്ചു പോകുന്നത് മൂലം മറ്റൊന്നും കൂടെ എന്ത് ചെയ്യും? അതിൻ്റെ ഒപ്പം നശിച്ചു പോകും. ഇതാണ് കോ എക്സ്റ്റിങ്ഷൻ. വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്ട് ദ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഓൾസോ എക്സ്റ്റിങ്ക്ട്. ഓക്കെ മക്കളെ, ദെൻ ബയോഡൈവേഴ്സിറ്റിയെ എന്തുകൊണ്ട് കൺസർവ് ചെയ്യണം? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പ്രധാനമായിട്ട് 3 ആർഗ്യുമെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി എന്തുകൊണ്ട് കൺസർവ് ചെയ്യണമെന്ന് നമ്മൾ ഈ ലോകത്തുള്ള ആളുകളോട് മൊത്തം ചോദിച്ചാൽ അവരുടെ മനസ്സിൽ 3 കൺസെപ്റ്റുകളാണുള്ളത്. 1 നാരോലി യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ്, 2 ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ്, 3 എത്തിക്കൽ ആർഗ്യുമെൻറ്റ്. ഏതൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടണമെന്ന് പറയുന്ന 3 ആർഗ്യുമെൻറ്റുകൾ ഏതൊക്കെയാണ്? 1 നാരോലി യൂട്ടിലിറ്റേറിയൻ, 2 ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആൻഡ് 3 ഈസ് എത്തിക്കൽ ആർഗ്യുമെൻറ്റ്. മക്കളെ ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഇപ്പം നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കേണ്ടത്? അയാൾ പറയുകയാണ് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് മനുഷ്യന് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. മെഡിസിൻ കിട്ടുന്നുണ്ട്, ഫയർവുഡ് കിട്ടുന്നുണ്ട്, ഫ്യൂവൽ കിട്ടുന്നുണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, തടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മറ്റുമൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം. നോക്ക്, ഹ്യൂമൻ ഡിറൈവ് എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം നേച്ചർ സച്ച് ആസ് വുഡ്, ഫയർവുഡ്, ഫൈബർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ലൈക്ക് ടാനിൻ, ലൂബ്രിക്കൻ്റ്, ഡൈസ്, റെസിൻസ്, പെർഫ്യൂം ആൻഡ് മെഡിസിൻസ്.
ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. അതായത് നമുക്കൊരാവശ്യം അതിൽ നിന്ന് നടത്തേണ്ടതുകൊണ്ട് അവനെ സംരക്ഷിക്കണം എന്ന് പറയുന്നതാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ. എന്താ അപ്പം നാരോലി യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ്? ഹ്യൂമൻ ഡിറൈവ്ഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഫ്രം നേച്ചർ സച്ച് ആസ് ഫുഡ്, ഫയർവുഡ്, ഫൈബർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എക്സെട്ര. സോ വി ഷുഡ് കൺസർവ് ദ നേച്ചർ. എന്നാൽ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ അങ്ങനെയല്ല, കുറച്ചുകൂടെ വലിയൊരു കൺസെപ്റ്റാണ്. എന്താ? ബയോഡൈവേഴ്സിറ്റി ഹാസ് മെനി ഇക്കോസിസ്റ്റം സർവീസസ്. ബയോഡൈവേഴ്സിറ്റി ഒരുപാട് ഇക്കോസിസ്റ്റത്തിന് കുറേ സർവീസസ് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ആമസോൺ ഫോറസ്റ്റ് ഈസ് കാൾഡ് ദ ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്, പ്രൊഡ്യൂസസ് 20% ഓഫ് ദ ടോട്ടൽ ഓക്സിജൻ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ 20% ആമസോൺ ഫോറസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണം. പോളിനേഷൻ ത്രൂ ബീസ്, ബബിൾ ബീസ് ആൻഡ് ബേർഡ്സ് ആൻഡ് ബാറ്റ്സ്, എസ്തെറ്റിക് പ്ലഷർ, ചിലർ സൗന്ദര്യ ആസ്വാദനത്തിന് വേണ്ടി പ്രകൃതിക്ക് സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ ബയോളജി സ്റ്റുഡൻസായ, സയൻസ് സ്റ്റുഡൻ്റായ നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഈ ആർഗ്യുമെൻറ്റിലാണ്. എത്തിക്കൽ ആർഗ്യുമെൻറ്റ്. എന്താ? എവറി സ്പീഷീസ് ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റേതായ ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. സോ വി ഹാവ് ദ മോറൽ ഡ്യൂട്ടി ടു കെയർ ഫോർ ദെയർ വെൽബീയിങ്. നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും തുല്യ പരിഗണന കൊടുത്ത് അവയ്ക്കെല്ലാം ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എന്നിട്ട് അവരെ സംരക്ഷിക്കണം. ഇതാണ് എത്തിക്കൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ വിച്ച് വൺ ഈസ് മോറൽ? ഇതിനകത്ത് ഏത് ആർഗ്യുമെൻ്റാണ് കൂടുതൽ മോറൽ, കൂടുതൽ മാനുഷികമായത് എന്താണ്? ദാറ്റ് ഈസ് എത്തിക്കൽ ആർഗ്യുമെൻ്റ് ആണ്. നമ്മളെല്ലാവരും എത്തിക്കൽ ആർഗ്യുമെൻറ്റിൽ വിശ്വസിച്ചാൽ ലോകത്തുള്ള ബയോഡൈവേഴ്സിറ്റി ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഇനി അതുപോലെ ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് 2 രീതിയിൽ സംരക്ഷിക്കാം. ഏതൊക്കെയാണിടെ? ഒന്ന് ഇൻ സിറ്റു കൺസർവേഷൻ, 2 എക്സ് സിറ്റു കൺസർവേഷൻ. ഇഫ് ആൻ ഓർഗാനിസം ഈസ്, ശ്രദ്ധിക്കണേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഹൗ ദ ബയോഡൈവേഴ്സിറ്റി ക്യാൻ ബി കൺസർവ്ഡ്? ബയോഡൈവേഴ്സിറ്റി ക്യാൻ ബി കൺസർവ്ഡ് ഇൻ 2 ways. 2 വേസിലാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യാൻ പറ്റുന്നത്. വൺ ഈസ് കാൾഡ് ഇൻ സിറ്റു കൺസർവേഷൻ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് കാൾഡ് എക്സ് സിറ്റു കൺസർവേഷൻ. ഇഫ് ആൻ ഓർഗാനിസം ഈസ് കൺസർവ്ഡ് എലോങ് ഇൻ വിത്ത് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അല്ലെങ്കിൽ ഇഫ് ആൻ ഓർഗാനിസം ഈസ് കൺസർവ്ഡ് വിത്തിൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്, ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ സ്വാഭാവികമായ ചുറ്റുപാടിൽ തന്നെ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ഇപ്പോൾ സൈലൻറ്റ് വാലിയിൽ മലമുഴക്കി വേഴാമ്പലുണ്ട്. ആ മലമുഴക്കി വേഴാമ്പലിനെ നമ്മൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി സംരക്ഷിക്കുകയല്ല, പകരം ആ സ്ഥലത്തെ മുഴുവൻ, അതിൻ്റെ ചുറ്റുപാടിനെ മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ച് അങ്ങ് സംരക്ഷിക്കുക. ഇതിനെ പറയുന്ന പേരാണ് ഇൻ സിറ്റു കൺസർവേഷൻ. അപ്പോൾ എന്താ ഇൻ സിറ്റു കൺസർവേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻ ഓർഗാനിസം ഈസ് പ്രൊട്ടക്റ്റഡ്, organism is protected along with their നാച്ചുറൽ ഹാബിറ്റാറ്റ്. എന്താ മക്കളെ? ഇവിടെ ദ ഓർഗാനിസം ഈസ് പ്രൊട്ടക്റ്റഡ് ഓർ കൺസർവ്ഡ് എലോങ് വിത്ത് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഫോർ എക്സാമ്പിൾ, നാഷണൽ പാർക്ക്, സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്, സാക്രഡ് ഫോറസ്റ്റ്. ഓരോന്നിനും എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. ഒന്ന് നാഷണൽ പാർക്ക്, മറ്റൊന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ സാങ്ച്വറീസ്, ദെൻ തേർഡ് ഈസ് ബയോസ്ഫിയർ റിസർവ്, ആൻഡ് ഫോർത്ത് ഈസ് സാക്രഡ് ഫോറസ്റ്റ് അല്ലെങ്കിൽ സാക്രഡ് ഗ്രോവ്സ്, കാവുകൾ എന്നൊക്കെ നമ്മൾ പറയും. ഇനി നാഷണൽ പാർക്കിന് എക്സാമ്പിളാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇൻ കേരള. സാങ്ച്വറിക്ക് എക്സാമ്പിളാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. ദെൻ ബയോസ്ഫിയർ റിസർവിൻ്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനില്ല, വേണമെങ്കിൽ പറയാം അഗസ്ത്യാർകൂടം ഒക്കെ ഉൾപ്പെടുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യാർകൂടം ബയോസ്ഫിയർ റിസർവ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ബയോസ്ഫിയർ റിസർവിന് എക്സാമ്പിളാണ്. സാക്രഡ് ഫോറസ്റ്റ് അഥവാ സാക്രഡ് ഗ്രോവ്സിന് 2-3 എക്സാമ്പിളുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. സാക്രഡ് ഗ്രോവ്സ് പഠിച്ചോണം. കാശി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ആരവല്ലി ഹിൽസ് ഇൻ രാജസ്ഥാൻ, വെസ്റ്റേൺ ഗാട്സ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര, സർജുഗ, സാർഗുജ, ചന്ദ ആൻഡ് ബാസ്റ്റർ ഏരിയാസ് മധ്യപ്രദേശ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഏത്? ദാറ്റ് ഈസ് ദ സാക്രഡ് ഗ്രോവ്സ്. ഓക്കെ, ഇനി എന്താണ് എക്സിറ്റീവ് കൺസർവേഷൻ? ഹിയർ, ഇവിടെ ശ്രദ്ധിക്കണേ, ഹിയർ ദ ഓർഗാനിസം ഈസ് പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഇപ്പോൾ നിങ്ങൾ സിംഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി സിംഹത്തെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഒരു സൂളജിക്കൽ പാർക്കിലിട്ട് സംരക്ഷിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. ഹിയർ ദ ഓർഗാനിസം ഈസ് പ്രൊട്ടക്റ്റഡ് outside their natural habitat.
ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഒരു ജീവിയെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൻ്റെ പുറത്ത് വെച്ച് സംരക്ഷിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സിറ്റീവ് കൺസർവേഷൻ. ഒരു ജീവി അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റിൻ്റെ ഉള്ളിൽ വെച്ച് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസിറ്റീവ് കൺസർവേഷൻ, പുറത്ത് വെച്ചിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെങ്കിൽ എക്സിറ്റീവ് കൺസർവേഷൻ. എക്സിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? One is zoological park, second is wildlife safari parks, third is botanical garden, fourth is gene bank, and fifth is cryopreservation. ഒന്നുകൂടെ പറയാം മക്കളെ, എക്സിറ്റീവ് കൺസർവേഷൻ, zoological park, wildlife safari park, and botanical garden, gene bank, cryopreservation. ഓക്കെ, സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ, ജീവികളെയൊക്കെ നമ്മൾ അവിടെ പിടിച്ച് കൂട്ടിലിട്ടല്ലേ വളർത്തുന്നത്, നാച്ചുറൽ ഹാബിറ്റാറ്റിലാണോ വളർത്തുന്നത്. അപ്പോൾ ഇതാണ് എക്സിറ്റീവ് കൺസർവേഷൻ. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ എന്താണ് ഹോട്ട്സ്പോട്ട്സ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോട്ട്സ്പോട്ട് ഓക്കെ, ദീസ് ആർ ദ റീജിയൻസ് വിത്ത് വെരി ഹൈ സ്പീഷീസ് റിച്ച്നെസ്. ഈ ഏരിയകളുടെ പ്രത്യേകത, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്ന റീജിയൻസിൻ്റെ പ്രത്യേകത, ഇവിടെ സ്പീഷീസ് റിച്ച്നെസ് വളരെ കൂടുതലായിരിക്കും. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം, ഈ സ്ഥലത്ത് എൻഡമിസം, എന്താ എൻഡമിസം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം കാണപ്പെടുന്ന ജീവികൾ കൂടുതലായിരിക്കും. സ്പീഷീസ് കൺഫൈൻഡ് ഓൺലി ഇൻ എ സ്പെസിഫിക് റീജിയൻ ഈസ് കാൾഡ് എൻഡമിസം. സ്പീഷീസ് കൺഫൈൻഡ് ഓൺലി ഇൻ എ സ്പെസിഫിക് റീജിയൻ. ഇപ്പം നീലക്കുറിഞ്ഞി നമ്മുടെ കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണാൻ പറ്റൂ, ലോകത്തെങ്ങും കാണാൻ പറ്റത്തില്ല വേറെ. അപ്പോൾ അതാണ് കേട്ടോ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ആൻഡ് മോസ്റ്റ് ത്രട്ടൻഡ്. ഈ സ്ഥലത്ത് ഹാബിറ്റാറ്റ് ലോസ് ഭയങ്കരമായിട്ടുണ്ട്. ത്രട്ടൻഡ് ആയിട്ടുള്ള ഭീഷണിയുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത്. ഒരുപാട് ഹാബിറ്റാറ്റ് ലോസിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. There are 34 ഹോട്ട്സ്പോട്ട് ഇൻ ദ വേൾഡ്. ലോകത്ത് മൊത്തം 34 ഹോട്ട്സ്പോട്ടുകളുണ്ട്. അതിൽ 3 ഇന്ത്യയിലാണ്. ഏതൊക്കെയാണ് മക്കളെ? 3 ഹോട്ട്സ്പോട്ട് കവേഴ്സ് ഇൻ ഇന്ത്യാസ് ബയോഡൈവേഴ്സിറ്റി റീജിയൻ. ഒന്ന് വെസ്റ്റേൺ ഘാട്സ്, നമ്മുടെ പശ്ചിമഘട്ടം, നമ്മുടെ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പശ്ചിമഘട്ടം. ദെൻ ശ്രീലങ്ക, വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക ഒരുമിച്ച് വരുന്നതാണ്. ഇൻഡോ ബർമ റീജിയൻ ആൻഡ് ഹിമാലയ. അപ്പോൾ ഇന്ത്യയിലുള്ള 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുടെ പേര് നിർബന്ധമാണ്, പഠിക്കണം. ഏതൊക്കെയാണ് മക്കളെ? വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ഇന്റർനാഷണൽ എഫേർട്സ് ഫോർ കൺസർവിംഗ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ലോകമെമ്പാടും നടന്നിട്ടുള്ള ചില എഫേർട്ടുകൾ. ഒന്നാണ് ദ എർത്ത് സമ്മിറ്റ് ഓർ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ആദ്യത്തെ ഒരു കൺവെൻഷനാണ്. നോക്കൂ, ദ എർത്ത് സമ്മിറ്റ് എന്നറിയപ്പെടുന്ന, ഭൂമി ഉടമ്പടി എന്നറിയപ്പെടുന്ന ദ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എവിടെ വെച്ചാൽ നടന്നത്? റിയോ ഡി ജനീറോ ഇൻ 1992. 1992 റിയോ ഡി ജനീറോയിൽ വെച്ചാണ് നടക്കുന്നത്. ആൻഡ് അതിൻ്റെ 3 ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയായിരുന്നു? എക്സാമിന് ചോദിക്കാം. എർത്ത് സമ്മിറ്റിൻ്റെ 3 ഒബ്ജക്റ്റീവുകൾ. 1 കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ സംരക്ഷണം. 2 സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ സുസ്ഥിരമായ ഉപയോഗം, അതായത് നാശം വരുത്താതെയുള്ള ഉപയോഗം. ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ജനറ്റിക് റിസോഴ്സസിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റുകൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 3 ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ് മക്കളെ? കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് sharing of benefits arising from genetic resources. These are the main objectives of Earth Summit or Convention on Biological Diversity held on Rio de Janeiro in 1992. ഇനി രണ്ടാമത്തെ ഒരു എഫേർട്ടാണ് ഏതെന്ന് പറയുന്നത് The World Summit on Sustainable Development. വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് നടക്കുന്നത്. അത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇൻ 2002 2002 നടക്കുന്നത്. അപ്പോൾ എന്താ മക്കളെ? ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹെൽഡ് ഇൻ ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക in 2002. Then 190 countries pledged to reduce the current rate of biodiversity loss. ഇവിടെ വെച്ച് 190 രാജ്യങ്ങളുടെ പ്രതിനിധികൾ എന്ത് ചെയ്തു? പ്രതിജ്ഞ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദ കറണ്ട് റേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇപ്പോൾ ഉണ്ടാകുന്ന ബയോഡൈവേഴ്സിറ്റി ലോസ് കുറയ്ക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ കണ്ടന്റ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. Biodiversity and its conservation are now vital environmental issues of international concern. As more people around the world begin to realize the critical importance of biodiversity for our survival and well-being on this planet. Which are the 4 major causes of biodiversity loss? ഈവിൽ കോട്ടററ്റുകളെ കുറിച്ചാണ് ചോദ്യം. ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള 4 കാരണങ്ങൾ എഴുതാമല്ലോ. ഏതൊക്കെയാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. 4 പേര് എഴുതുക.
നെയിം 2 ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഏതൊക്കെയാ? ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. എഴുതാമല്ലോ, 2 വ്യത്യസ്ത തരം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻസ് എഴുതുക. ഇനി വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ട്രോപ്പിക് ദാറ്റ് മൈറ്റ് അക്കൗണ്ട് ഫോർ ദെയർ ഗ്രേറ്റർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി? എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയണിൽ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്? വെരി സിമ്പിൾ. ദ ട്രോപ്പിക്കൽ റീജിയൻ ഗെറ്റ് മോർ സൺലൈറ്റ്. ദ ട്രോപ്പിക്കൽ റീജിയൻസ് ആർ ലെസ് സീസണൽ. The tropical regions undergo low glaciations in the past. എഴുതാമല്ലോ, 3 പോയിന്റുകൾ കൃത്യമാണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. Then the next question is, evil quadrant is the sobriquet used to describe biodiversity loss. So list out the 4 major causes of biodiversity loss. കണ്ടോ, ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള 4 കാരണങ്ങൾ. മെൻഷൻഡ് ത്രൂ 2 മേജർ അപ്രോച്ചസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എഴുതാനാണ്. കണ്ടോ, വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് 2024. Then a figure showing the global biodiversity of invertebrates and vertebrates are given. Identify the most diverse group of vertebrates and invertebrates. ഏതാ മക്കളെ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത്? ഇൻസെക്ട്സ് ആണ്. വെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിഷസ് ആണ്. ഇതിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കിയേ മക്കളെ, വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ് 3 ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ? പറഞ്ഞോളൂ. 1 ജനറ്റിക് ഡൈവേഴ്സിറ്റി, 2 സ്പീഷീസ് ഡൈവേഴ്സിറ്റി, 3 ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ശരിയല്ലേ മക്കളെ? അടുത്തത് നോക്കിയടാ. The given illustration show evil quadrant of biodiversity. ഏതൊക്കെയാണ്? ദ കോ എക്സ്റ്റിങ്ഷൻ ഉണ്ട്, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ ഉണ്ട്. അപ്പോൾ ഇതേതായിരിക്കും? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എ ആയിട്ട് എഴുതാം. ബി ആയിട്ട് നിങ്ങൾക്ക് എന്താ എഴുതാം? ദാറ്റ് ഈസ് ദ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എഴുതാം. ശരിയല്ലേ മക്കളെ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എഴുതാം. ഓക്കെ മക്കളെ. ദെൻ ഫിൽ അപ്പ് എ ആൻഡ് ബി. ഓക്കെ, explain co-extinction and alien species invasion with a suitable example. Co-extinctionും alien species invasionും suitable example സഹിതം എഴുതുക. ഓക്കെ, co-extinction എന്ന് പറഞ്ഞാൽ എന്തുവാ? Extinction of a species results in the extinction of another species which is associated with the species A. സ്പീഷീസ് എ എന്നും ബി എന്ന് പറയുന്ന 2 സ്പീഷീസ് ഉണ്ടെങ്കിൽ ആ സ്പീഷീസ് എയുടെ എക്സ്റ്റിങ്ഷൻ അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പീഷീസ് ബിയുടെ എക്സ്റ്റിങ്ഷന് കാരണമാകും. ഇതാണ് എന്ത്? co-extinction. ഫോർ എക്സാമ്പിൾ ഫിഗ് ട്രീ ആൻഡ് വാസ്പ്, അല്ലെങ്കിൽ പ്ലാന്റ് പോളിനേറ്റർ റിലേഷൻഷിപ്പ് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എഴുതാം. ശരിയല്ലേ മക്കളെ? അല്ലെങ്കിൽ പാരസൈറ്റ്, ഇഫ് എ ഹോസ്റ്റ് ബിക്കം ഡൈ ദ പാരസൈറ്റ് ഓൾസോ ഡൈ പറയാം. ദെൻ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. എന്താണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസുകൾ ഒരു സ്ഥലത്തേക്ക് വരുന്നത് അല്ലേ? സം സ്പീഷീസ് ഫ്രം അതർ ഏരിയ വിൽ കംസ് ടു ഇൻ എ ന്യൂ പ്ലേസ്. ഒരു സ്ഥലത്തേക്ക് പുതുതായിട്ട് വരുന്നു. ദാറ്റ് വിൽ കോസ് എക്സ്റ്റിങ്ഷൻ ഓഫ് ദ ഇൻഡിജീനസ് സ്പീഷീസ്. ആ സ്ഥലത്തുള്ള സ്പീഷീസുകളെ നശിപ്പിച്ച് കളയുന്നു. ഫോർ എക്സാമ്പിൾ പാർത്തീനിയം ഗ്രാസ്, അല്ലെങ്കിൽ ഫിഷ്, ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നൈൽ പെർച്ച് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്, പാർത്തീനിയം പോലെയുള്ള, ഐക്കോർണിയ പോലെയുള്ള ഏതെങ്കിലും വീടുകളുടെ പേര് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ മക്കളെ. ദെൻ ഇതാ ഒരു ഗ്രാഫാണ്. ദ ഗിവൺ ഗ്രാഫ് ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻസെക്ട്സ് ഇൻ ഡിഫറൻറ്റ് ലാറ്റിറ്റ്യൂഡ് ഓഫ് എർത്ത്. അപ്പോൾ ഇക്വേറ്ററിൻ്റെ സ്ഥലത്ത് കൂടുന്നതായിട്ട് കാണാം, സൗത്ത് പോളിലും നോർത്ത് പോളിലും കുറയുന്നതായിട്ട് കാണാം. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് മോർ ഇൻ ദ റീജിയൺ ഓഫ് ഇക്വേറ്റർ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലുള്ളത് എവിടെയാണ്? ഇക്വേറ്ററിൻ്റെ റീജിയൻ ആണ്. ലിസ്റ്റ് ദ 3 റീസൺസ് ഫോർ ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കൽ റീജിയണൽ ബയോഡൈവേഴ്സിറ്റി കൂടാനുള്ള 3 കാരണങ്ങൾ ഇപ്പം നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞില്ലേ? ഒന്നുകൂടെ പറഞ്ഞോ. മോർ സൺലൈറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. ലെസ് സീസണൽ, ആ സ്ഥലത്ത് സീസണൽ വേരിയേഷൻ കുറവാണ്. തേർഡ് ഈസ് ലോ ഗ്ലേഷ്യേഷൻസ് ഇൻ ദ പാസ്റ്റിൽ ഗ്ലേഷ്യേഷൻസ് കുറവാണ്. ഇനി റൈറ്റ് 2 causes of biodiversity loss: habitat loss and fragmentation, over exploitation, species, alien species invasion and co-extinction. ഏത് വേണമെങ്കിലും 2 ആയിട്ട് എഴുതാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുവോളജിയുടെ അവസാനത്തെ ചാപ്റ്ററും ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഡൗട്ട് ചോദിക്കാം. 24/7 നിങ്ങളോടൊപ്പം ഫാക്കൽറ്റീസ് എല്ലാവരും ഉണ്ടാവും. ഈ ആനുവൽ എക്സാം കഴിയുന്നതുവരെയും എല്ലാവരും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ആനുവൽ എക്സാമിന് ടെല്ല നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ മക്കളെ, ബൈ.